അസാധാരണമായ ഒരു കടക്കണിയിൽ വീണുപോവുക, അതിൽ നീന്തിക്കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബാല്യമൊക്കെ എങ്ങനെയായിരുന്നു? വളരെ സങ്കടകരമായ ബാല്യമായിരുന്നു തോന്നുന്നു. ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല, മര്യാദക്കുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ചേച്ചിയില്ല, അനിയത്തിയില്ല, ആങ്ങളമാരില്ല, അച്ഛനുമില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ മക്കളെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, നമുക്ക് മരിച്ചൂടെ, നമ്മൾ എന്തിനാ മോളെ ജീവിക്കുന്നവരെ. അപ്പൊ എന്റെ മുഖത്ത് തന്നെ സങ്കടമായിരുന്നു. ചെന്നൈ പോയപ്പം ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. ചുമട്ട് തൊഴിലാളിയുടെ വേഷത്തിൽ റെഡ് ഷർട്ട് ഇട്ടിട്ടാണ് എന്നെ കൂട്ടാൻ വരുന്നത്. ആ സമയത്ത് പണ്ടുണ്ടായിരുന്ന അച്ഛന്റെ ആ രൂപം ഇതൊന്നല്ല എനിക്ക് കാണാൻ പറ്റിയത്. വളരെ മെലിഞ്ഞ് ശോഷിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു അവിടെ കാണാൻ പറ്റിയത്. ചുമടെടുപ്പെന്ന് പറയുമ്പോൾ ചുമട് വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഈ ബന്ധുക്കൾ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഡോഗിന് കൊടുക്കുന്ന പ്ലേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. പക്ഷെ അവിടെ ഞാൻ പോയപ്പോൾ കണ്ടത് ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസും അച്ഛന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതിലാണ് ഇവർ ഫുഡ് കൊടുക്കുക അച്ഛന്. ബന്ധുക്കൾക്ക് എന്തിനാണ് ഇപ്പൊ അച്ഛനോട് ഇത്രയും ദേഷ്യം വരാൻ കാര്യം? ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ജോയ് ഇ ബൈക്ക് ഫ്ലവേഴ്സ് 1 കോടി. അസാധാരണമായ ഒരു കടക്കണിയിൽ വീണുപോവുക, പിന്നെ അവിടെ കിടന്ന് കൈകാലിട്ടടിക്കുക, അതിൽ നീന്തിക്കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എന്നാൽ സ്വന്തം അധ്വാനം കൊണ്ട് അത് നീന്തിക്കിടന്ന ഒരാളാണ് ഇന്നെന്റെ മത്സരാർത്ഥി. വരുന്നു കണ്ണൂരിൽ നിന്ന് സുസ്മിത് എസ് മോഹൻ. അസ്ഥിവാരവും മേൽക്കൂരയും തകർന്നു വീഴാറായ പഴയൊരു വീടുപോലെയായിരുന്നു തലശ്ശേരി സ്വദേശി സുസ്മിത് മോഹന്റെ ജീവിതം. താമസയോഗ്യമായൊരു വീട് പണിയാനെടുത്ത ലോണുകൾ സുസ്മിത്തിന്റെ വീട്ടുകാരെ വീഴ്ത്തിയത് കരകയറാനാവാത്ത കടക്കെണി. ബേക്കറി ബിസിനസ് നടത്തി കുടുംബം പോറ്റിയിരുന്ന സുസ്മിത്തിന്റെ അച്ഛൻ ഒടുവിൽ കടക്കണിയിൽ അകപ്പെട്ട് ചുമട്ടുതൊഴിലാളിയായി അർബുദം ബാധിച്ച് മരിച്ചതോടെ ഈ ചെറുപ്പക്കാരൻ അതിജീവനത്തിനുള്ള വഴികൾ തേടി യാത്ര തുടങ്ങി. അമ്മയും ഭാര്യയും മകനും സ്നേഹവാത്സല്യങ്ങളുടെ തണലും തലോടലുമാകുകയാണ് കടബാധ്യതകളുടെ കടമ്പകൾ മറികടന്ന സുസ്മിത്തിന്റെ ജീവിതത്തിൽ. ഒരിക്കലും കൂട്ടിമുട്ടില്ലെന്ന് കരുതിയ ജീവിത പാളങ്ങളിലും പ്രതീക്ഷകളുടെ പച്ചവെളിച്ചം നിറച്ച ആത്മവിശ്വാസവുമായി അറിവിന്റെ വേദിയിലേക്ക് സുസ്മിത് മോഹൻ. ഹായ് കുട്ടേട്ടാ. നമസ്കാരം സുസ്മിത്. ഹായ് സുസ്മിത്. നമസ്കാരം സർ. ഇപ്പൊ താമസം തലശ്ശേരിയിലാണോ? സ്ഥിരമായി തലശ്ശേരി തന്നെ. ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പൊ കാസർഗോഡാണ്. കേരള സർക്കാരിന്റെ അസാപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. സർക്കാരിന്റെയാണ്. പക്ഷെ അത് കോൺട്രാക്ട് ബേസിസ് ആണ്. പ്രൊജക്ട് ആയിട്ട് തുടങ്ങി ഇപ്പൊ കമ്പനിയായിട്ട് മാറി. അതിൽ പ്രോഗ്രാം മാനേജറായിട്ട് കാസർഗോഡ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ജോലിയുടെ സ്വഭാവം എങ്ങനെയാ? ജോലി കുഴപ്പമില്ല, കുറച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിടുത്തെ ടെക്നിക്കൽ കോഴ്സ് ഞാൻ ബിടെക് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ടെക്നിക്കൽ കോഴ്സസിന്റെ പ്രോഗ്രാം മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ താങ്കൾ എനിക്കൊന്ന് സൺ ടിവിയിലും ഒക്കെ ജോലി ചെയ്തിരുന്നു അല്ലേ? അതെ അതെ. എന്തായിട്ടാ ജോലി ചെയ്തിരുന്നത്? അത് ആക്ച്വലി ബിടെക് കഴിഞ്ഞിട്ട് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി, ക്യാമ്പസ് പ്ലേസ്മെന്റ്. അതായത് ബിടെക് കഴിഞ്ഞ് ഒരു മലയാളിക്ക്, എന്റെ ക്ലാസ്സിലുള്ള മലയാളിയായിട്ട് എനിക്ക് മാത്രമേ പ്ലേസ്മെന്റ് കിട്ടില്ലായിരുന്നു. മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് എടുക്കുന്നത്. ഫ്രൈഡേ എന്റെ ക്ലാസ് കഴിഞ്ഞു, സാറ്റർഡേ വീട്ടിലേക്ക് വന്നു, സൺഡേ നേരെ ചെന്നൈക്ക് പോയി സൺ ടിവിയിൽ ജോയിൻ ചെയ്തു മൺഡേ തന്നെ. അവിടെ കുറച്ചു കാലം കഴിഞ്ഞു, ഒരു 6 മന്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 6 മാസത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. കാരണം അവിടെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ എടുത്തിട്ട് അവിടെ ഒരു ഇലക്ട്രീഷ്യനായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അറിഞ്ഞത്. പിന്നെ നാട്ടിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് തോന്നി തിരിച്ചു വന്നു, വേറൊരു ജോലി കയറി. അപ്പൊ ഈ ബാല്യമൊക്കെ എങ്ങനെയായിരുന്നു? വളരെ സങ്കടകരമായ ബാല്യമായിരുന്നു തോന്നുന്നു. എന്തായിരുന്നു? കുട്ടിക്കാലം മുതൽ കുറെ അധികം ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് വന്നത്. വീടൊക്കെ എങ്ങനെയായിരുന്നു? വീടൊക്കെ ഉണ്ടായിരുന്നു, താമസിക്കാൻ അതോ വാടകയ്ക്കായിരുന്നോ? അല്ല, ഞാൻ ജനിച്ചതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഓലപ്പുരയിലാണ്. ചാണകം മെഴുകിയ ഓലപ്പുരയിലാണ് ജനിച്ചത്. അതിനുശേഷം ഒരു സ്വപ്നത്തോടെ വീടെടുത്തു അമ്മ.
വീടെടുക്കുന്ന സമയത്ത് വീടിന്റെ പണി മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റിയിരുന്നില്ല. ആ. അത് നമുക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 4 കല്ലുകൾക്കിടയിലൂടെ കാണുന്ന ഗ്യാപ്പായിരുന്നു ഞങ്ങളുടെ വിൻഡോ എന്ന് പറയുന്നത്, ജനവാതിൽ എന്ന് പറയുന്നത്. മുൻവശം മാത്രം 2 ജനൽ വെച്ചു, 2 വാതിലും വെച്ചിട്ട് ഏകദേശം 2001 വീട്ടിൽ കൂടി 2015ഓളം വരെയും സാധാരണ ആ ഒരു ജോലി. അച്ഛൻ ചെറുപ്പത്തിൽ മദ്രാസിലായിരുന്നു. അത് ഞാൻ ജനിക്കുന്ന കാലത്തൊട്ടൊക്കെ മദ്രാസിലായിരുന്നു. മദ്രാസിൽ ഒരു സ്റ്റേഷനറി കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ബിസിനസ്, ചെറിയൊരു ബിസിനസ് എന്ന് പറയാം. അപ്പോ ഞാൻ പ്രസവിച്ച സമയത്ത് അമ്മയും ചെന്നൈ തന്നെയായിരുന്നു. അമ്മ അവിടെ ചെറിയൊരു ജോലി തന്നെ, അക്കൗണ്ടിന്റെ ജോലിയൊക്കെ ചെയ്തിരുന്നു. അതെ, അമ്മയുടെ പേരെന്താ? സജിത ഉമായി. സജിത കുമാരി. അമ്മ ഇപ്പൊ വീട്ടമ്മയായിട്ട് കഴിയുകയാണോ അതോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ആണ് സർ, ഞാൻ ജോലി ചെയ്തതാണ്. പിന്നെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ സീനിയർ ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്തു. ഓ, അത് ശരി. അവിടെ ജോലി ഉണ്ടായിരുന്നു. 2020 കൊറോണ സ്റ്റാർട്ടിംഗ് ടൈം ഉണ്ടല്ലോ, ആ സമയത്താണ് റിട്ടയർമെന്റ്. ഓ, നന്നായി. ഓക്കെ ഓക്കെ. അപ്പൊ താങ്കൾ? ഞാൻ വൈഫാണ്, സ്വാതി. ഞാൻ സ്റ്റാഫ് നഴ്സ് ആയിട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ റിസൈൻ ചെയ്ത് പുറത്തോട്ട് പോകാനുള്ള ഒരു പ്രോസസിംഗിലൊക്കെയാണ്. പുറത്തോട്ട് ഇന്ത്യക്ക് വെളിയിലോ? അതെ സർ. ഏത് രാജ്യത്തേക്കാ? UK നോക്കാന്ന് വിചാരിക്കുന്നു, തീരുമാനിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ. താങ്കളോ? കസിനാണ് അഞ്ജലി. താങ്കളുടെ പേര്? സ്വാതി. സ്വാതി. അഞ്ജലി എന്താ ചെയ്യുന്നത്? LLB പഠിക്കുന്നു. എറണാകുളത്താണോ? ലോ കോളേജ്, എറണാകുളം ലോ കോളേജ്. ഓക്കെ. കസിനാണല്ലേ? ആരുടെ കസിൻ? സ്വാതി. സ്വാതിയുടെ കസിൻ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ജോലി അറിയാലോ, നിങ്ങൾ ജനറൽ നോളജ് ഇങ്ങോട്ട് ഒഴുക്കി വിടേണ്ടി വരും. ഓക്കെ, അമ്മ ടെൻഷൻ ആവണ്ട. ഓക്കെ. എന്നാ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞത്? 2017 സർ മാരേജ് കഴിഞ്ഞത്. നാട്ടുകാരെ പിടിച്ച് കെട്ടിച്ചോ വീട്ടുകാരെ കെട്ടിച്ചോ? വീട്ടുകാരെന്നെ കെട്ടിച്ചത്. അറേഞ്ച് മാരേജ് ആയിരുന്നു? ലവ് കം അറേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ്, എവിടെ വെച്ച് ലവ് ചെയ്തു, കണ്ടുമുട്ടി? അത് ഞങ്ങൾക്കൊരു സംഘടന ഉണ്ട് സർ, പ്രൊജക്ട് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പഠിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും കുറച്ച് കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു സംഘടനയായിരുന്നു. അപ്പൊ അതിൽ നിന്നും ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോ ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പൊ എന്റെ മൊബൈലിലൊക്കെ ഇങ്ങനെ മെസ്സേജ് പോവാം സാധാരണ. അപ്പം അവള് റിപ്ലൈ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ആ കുട്ടി അവര് നമുക്ക് തരുന്ന ഫോമിൽ എവിടെയാ വർക്ക് ചെയ്യുന്നൊക്കെ എഴുതുമല്ലോ. അപ്പം അവിടെ അന്ന് ആ സമയത്ത് അവർ മംഗലാപുരത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്, AJ ഹോസ്പിറ്റലിൽ. അപ്പം മംഗലാപുരത്ത് ഒരു ബ്ലഡിന്റെ ആവശ്യം വന്ന സമയത്ത് ഞാൻ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് അയച്ച സമയത്ത് അവള് കോൺടാക്ട് ചെയ്തു, ബ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു, പിന്നെ കുറച്ച് സംസാരിച്ചു. അപ്പൊ നമുക്ക് നല്ല ബ്ലഡിലൂടെ തുടങ്ങി നമുക്ക് നല്ലൊരു പറ്റിയ ആളാണെന്ന് തോന്നിയപ്പോ വീട്ടിൽ സംസാരിച്ചു. അങ്ങനെ 2 വീട്ടുകാരും പറഞ്ഞ് സംസാരിച്ചിട്ട് ഒക്കെ ആയിട്ടാണ് കല്യാണം കഴിഞ്ഞത്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഇദ്ദേഹം വിദേശമാണെന്ന് പറഞ്ഞു. അപ്പൊ താങ്കളും കൂടെ പോകും? തീരുമാനിച്ചിട്ടില്ല, ഒരു സ്റ്റേൺ തീരുമാനം എടുത്തിട്ടില്ല. പോണെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഈ അച്ഛന്റെ ജോലിയിലേക്ക് മടങ്ങിയാലേ, ഇപ്പൊ ചെന്നൈയിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് കൂടുമായിരുന്നു അച്ഛൻ അല്ലേ? അപ്പൊ എന്താ പിന്നെ ബിസിനസിന് പറ്റിയത്? നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ബയോഡേറ്റയിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾ ഒരുപാട് കടം കയറിയ ഒരു വീടാണെന്ന് മനസ്സിലായി. അതെ അതെ. ചെറുപ്പത്തില് അച്ഛൻ സ്റ്റേഷനറി കട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛന് ഗൾഫിൽ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗഫൂർ ഖാ ദോസ്ത് പോലത്തെ ഒരാളെ കിട്ടിയത് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് പണവും കൊടുത്തു. ആ സമയത്ത് അച്ഛന്റെ അനിയന്മാരും ഏട്ടന്മാരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ചെന്നൈ തന്നെ. അപ്പൊ അവരെ ഈ കടയേൽപ്പിച്ചിട്ട് ഗൾഫിൽ പോകാൻ വേണ്ടി കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന നടന്നപ്പോഴും ഗൾഫിൽ പോകാൻ പറ്റിയില്ല. അവര് ചതിച്ചു, കൊടുത്ത പൈസ നഷ്ടപ്പെട്ടു. അപ്പൊ അമ്മക്ക് ഉണ്ടായിരുന്ന സ്വർണവും കാര്യങ്ങളൊക്കെ അങ്ങനെ പണയം വെച്ച് അതും നഷ്ടപ്പെട്ടായിരുന്നു. ആ സമയത്താണ് തിരിച്ച് ഗൾഫിൽ പോകാൻ പറ്റാതെ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം കട തിരിച്ചെടുക്കാൻ പോയപ്പോഴേക്കും കടയും അത്യാവശ്യം മോശം രീതിയിലായി പോയി. പിന്നെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ തുടങ്ങി. നാട്ടിലെത്തിയിട്ട് അങ്ങനെയാണ് അച്ഛന്റെ ചുമടൊക്കെ എടുക്കേണ്ടി വന്നു. അതെ, അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അതെന്ന് വെച്ചാൽ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ജോലിയൊക്കെ ചെയ്ത് പിന്നെ എന്റെ വലിയച്ഛൻ 1998 മരണപ്പെടുന്നത്. വലിയച്ഛൻ മരണപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ജോലിയും കിട്ടുന്നത്, അതായത് ആശ്രിത നിയമനം എന്നുള്ള രീതിയിൽ. അപ്പം അച്ഛൻ ചുമട് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ നമ്മുടെ ഒരു വലിയൊരു കഷ്ടപ്പാടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ സ്റ്റേജിൽ അച്ഛൻ തിരിച്ച് ചെന്നൈയിലേക്ക് തന്നെ പോയി. ഓട്ടോ ഡ്രൈവർ ജോലി മതിയാക്കി പരിപാടി നിർത്തി. ഓട്ടോ ഗുണകരമല്ലായിരുന്നു. ഓട്ടോ ആ സമയത്ത് ഗുണകരമല്ലായിരുന്നു. ഓട്ടോ കൊണ്ട് നമ്മുടെ ജീവിതം നടന്നു പോകാൻ സാധ്യമല്ലായിരുന്നു. അമ്മയുടെ ജോലി അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരു ജോലി എന്ന് വെച്ചാൽ ഈ ആശ്രിത നിയമനത്തിൽ കിട്ടിയൊരു ജോലിയായിരുന്നു. പക്ഷെ അത് പാർട്ട് ടൈം കണ്ടിജന്റ് വർക്കർ എന്ന് പറയുന്ന ഒരു ജോബാണ് കിട്ടിയത്. അതായത് വലിയ മരിച്ചതിന് ശേഷം നമുക്ക് ആശ്രിത നിയമനത്തിൽ കിട്ടേണ്ട ജോലി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വയസ്സ് കണക്കൂട്ടുമ്പോൾ തെറ്റിപ്പോയി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. അന്ന് ആ ഒരു ജീവിതം ഒരു ഫയലിൽ കുടുങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ വയസ്സ് കണക്കൂട്ടും 35 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ജോലി കിട്ടിയില്ല. വയസ്സ് കൂടിയെന്ന് പറയാം. 34 വയസ്സും 6 മാസവും അങ്ങനെ ആയിട്ടുള്ളൂ ആ സമയത്ത്. നമുക്കാണ് കൂടുതൽ അതിനെ പറ്റി പറയാൻ പറ്റുക. എന്തായിരുന്നു പറ്റിയത്? സർ, അച്ഛൻ മരണപ്പെട്ടത് 1998 അപ്പോ അച്ഛൻ മരണപ്പെടുമ്പോ ആശ്രിത നിയമന പ്രകാരം ജോലി കൊടുക്കൂലോ മക്കൾക്ക്. അപ്പൊ ഞാന് ഒറ്റ മകളായിരുന്നു. അപ്പൊ ഒറ്റ മകളായപ്പോ പിന്നെ ജോലിക്ക് അപേക്ഷ കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ. അപ്പൊ അപേക്ഷ ഓഫീസിൽ പോയി കൊടുത്തു. പക്ഷെ പൂർത്തീകരിച്ച അപേക്ഷകൾ, അതായത് അതിന്റെ പുറകില് ലീഗൽ ഹെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സർ, അത് വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് അവര് കാരണം കാണിച്ചത്. പക്ഷെ അർഹത ഉണ്ടായിരുന്നിട്ടും
അത് പിന്നെ തന്നില്ല. അപ്പൊ പാർട്ട് ടൈം സ്വീപ്പർ എന്നുള്ള ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. അതായത് പാർട്ട് ടൈം സ്വീപ്പർ എന്ന് പറയുമ്പോൾ വയസ്സില്ലല്ലോ, അതിന് വയസ്സിന്റെ പ്രശ്നം വരുന്നില്ല. വയസ്സെങ്ങനെ കണക്കൂട്ടിയവർക്ക് തെറ്റിയത് എങ്ങനെയാ? വയസ്സ് കണക്കൂട്ടുമ്പോ സാർ ഇപ്പൊ 34 വയസ്സും പിന്നെ 6 മാസമാണല്ലോ സാർ എനിക്കുള്ള. 35 വയസ്സ് പൂർത്തിയായില്ല. അപ്പൊ നമുക്ക് നിയമത്തിൽ PSCന്റെ നിയമനം തന്നെയാണല്ലോ. PSCക്ക് 35 വയസ്സ്, നമ്മൾ ഫോർവേഡ് കാസ്റ്റ് ആയതുകൊണ്ട് 35 വയസ്സാണ് നിയമന പരിധി ഇതിനും ടൈം ഹാർനസിനും. പക്ഷെ അത് പിന്നെ അച്ഛൻ മരിച്ചപ്പോ 34 വയസ്സും 6 മാസേ ആയിട്ടുള്ളൂ. പിന്നെ 6 മാസം വരുന്നുണ്ടല്ലോ. അപ്പൊ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച അപേക്ഷ എന്ന് പറഞ്ഞിട്ടാണ് അത് അങ്ങനെ കിട്ടാതിരുന്നത്. അപ്പം പിന്നെ കിട്ടിയ ജോലി സ്വീകരിച്ച് പാർട്ട് ടൈം സ്വീപ്പർ ആണെങ്കിൽ അത്. പക്ഷെ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് ജോലി സ്വീകരിച്ചപ്പോൾ രാവിലെ 7 മണിക്കാണ് ജോലി. പിന്നെ ഞാൻ 7 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ 11 മണി വരെയാണ് പാർട്ട് ടൈം സ്വീപ്പർ ജോലി. ഒരാഴ്ച ഞാൻ ആ ജോലി ചെയ്തു. അടിച്ചുവാരി ഞാൻ MA വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, അന്ന് മനസ്സുമായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. നമുക്ക് അർഹത ഉണ്ടായിരുന്നിട്ട് അത് കിട്ടിയില്ലല്ലോ. MA വരെ പഠിച്ചു. MA ഹിസ്റ്ററി ആയിരുന്നു. അപ്പൊ MA പഠിച്ചിട്ട് അന്നത്തെ കാലത്തൊക്കെ തൂപ്പ് ജോലി ചെയ്യുന്നൊക്കെ വലിയ പ്രയാസമാവും. അതെ സാർ, അതെ. അതുകൊണ്ട് പിന്നെ തൂപ്പ് ജോലി ചെയ്തു. പിന്നെ 11 മണി വരെയാണ് ജോലിയെങ്കിലും അന്ന് പിന്നെ ഈ 7 മണി മുതൽ പിന്നെ വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ, അതായത് വർക്ക് അറേഞ്ച്മെന്റ് ഇല്ല. ഈ ജോലി എനിക്ക് ക്ലർക്കിന്റെ ജോലി കിട്ടും, ഇങ്ങനെ ഒരു സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ സാർ. അതുകൊണ്ട് ഇതെന്തായാലും കിട്ടും എന്നുള്ള ഒരു ഉറപ്പില് അന്നത്തെ സെക്രട്ടറി ചെയർമാനൊക്കെ പറഞ്ഞത് എന്തായാലും ഈ പിന്നെ LDC BC ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അയച്ചുകൊണ്ട് നിൽക്കാം. അപ്പൊ അയച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാനും ജോലി ചെയ്തു. 6 വർഷം. 6 വർഷം തൂപ്പ് ജോലി ആയിട്ടല്ല സാർ ചെയ്യുന്നത്. രാവിലെ 7 മണി, ഒരാഴ്ച 7 മണി മുതൽ 11 മണി വരെ ജോലി ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 10 അത് അവരെ ഔദാര്യം. അതായത് അവര് പറഞ്ഞു നമുക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പറ്റൂല. രാവിലെ 7 മണിക്ക് മുതൽ ഈ സമയം വരെ പോകുമ്പോ നമുക്ക് ശമ്പളം 1980 രൂപയാണ്. അപ്പൊ പിന്നെ മക്കളുണ്ട്, മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണോ, വീട്ടിലെ കാര്യങ്ങളിലും നോക്കണോ. എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യുന്നത് അവിടെ ഒരു സംസാരം ഉണ്ടായി സെക്രട്ടറി ചെയർമാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ 10 മണി മുതൽ 5 മണി വരെ വരിക എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു. അപ്പൊ പറഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ 10 മണിക്ക് പോകാൻ തുടങ്ങി. 10 മണിക്ക് പോയാൽ അത് എന്താ പറയാ, വിവരിക്കാൻ പറ്റില്ല സാറേ. ഓരോ സെക്ഷനില് നമുക്കായിട്ടൊരു ജോലി ഇല്ല. ആ സെക്ഷനിൽ ഇത് ചെയ്യും, ഈ സെക്ഷനിൽ ഇത് ചെയ്യുമെന്ന് പറയുമ്പോ നമുക്കായിട്ട് എന്താ പറയാ, എന്ത് ജോലിയും ചെയ്യാം. ഈ ജോലി കിട്ടുമല്ലോ എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് അത് സഹിച്ചു. സൂപ്പർ പരിപാടിയാ. ഞാൻ ഓഫീസിൽ പോകുമ്പോഴും എന്താ വെച്ചാൽ അമ്മേനെ കാണാൻ വേണ്ടി വൈകുന്നേരം പോകുമ്പോഴും അമ്മേനെ കാണിക്കൽ ഏതെങ്കിലും ആരോട് ചോദിക്കണം അമ്മ എവിടെ ഇരിക്കുന്നുള്ളത്. മൊബൈലാ അല്ലേ അമ്മ? അപ്പൊ യഥാർത്ഥത്തിൽ ഈ അച്ഛന് ഈ ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനുള്ള കാരണം എന്തായിരുന്നു? അമ്മയ്ക്ക് ഈ ജോലി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് മനസ്സിലായി. ഓട്ടോ ഓടിക്കുന്നു, നഷ്ടമായി. അതായിരുന്നു ഇമ്മീഡിയറ്റ് കാരണം. അതായത് ആ വീട് നമ്മള് വെല്ലിച്ചൻ മരിക്കുന്ന സമയത്ത് തന്നെ വീടൊക്കെ അത്യാവശ്യം മോശമായ രീതിയിലായിരുന്നു. അപ്പൊ വെല്ലിച്ചൻ മരണത്തിന് ശേഷം അമ്മക്ക് ജോലി കിട്ടുന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതുണ്ട് ലോൺ എടുക്കുന്നുള്ളത്. സർക്കാർ ജോലിയാണ് കിട്ടാൻ പോകുന്നത്. ആധാരം പണയം വെച്ചിട്ട് ലോൺ എടുത്തു. അമ്മയുടെ കയ്യിൽ ആധാരം ഉള്ളത്. വീടെടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ ലോൺ എടുത്തു. അങ്ങനെ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. പകുതിക്ക് എത്തുമ്പോഴേക്കാണ് ഈ ജോലിന്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ജോലി കിട്ടിയില്ല, പാർട്ട് ടൈം കണ്ടിജന്റ് വർക്കറായി. പിന്നെ ഇത് വീടിന്റെ പണി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ആയി തുടങ്ങി. ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല, മര്യാദക്കുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ. ആ ഒരു കുറച്ച് കാലഘട്ടങ്ങൾ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ജീവിച്ചിരുന്നത്. കറണ്ട് ഇല്ലായിരുന്നു വീട്ടില്. ഞാൻ എന്റെ അനിയത്തിയും കൂടി ഉണ്ടായിരുന്നു, രണ്ടുപേര്. ആ സമയത്ത് കറണ്ട് പോലും ഇല്ലായിരുന്നു. കാരണം വീട് എടുത്തിട്ട് മണ്ണ് താത്തിയിട്ടാ വീട് എടുക്കുന്നത്. ആ വീട് എടുക്കുന്ന സമയത്ത് ആരോ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് KSB ഫ്യൂസൂരി പോയി. അപ്പൊ 2004 ഏകദേശം 2003 അവസാനം 2004 ആകുമ്പോഴാണ് കറണ്ട് കിട്ടുന്നത്. ഒരു 3-4 വർഷം പഠിച്ചതൊക്കെ കറണ്ട് ഇല്ലാതെ തന്നെയാണ് വീട്ടിൽ നിന്ന് പഠിച്ചത്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷമാണ് പിന്നെ അച്ഛന് ഓട്ടോ ഓടിച്ചിട്ടും പിന്നെ അമ്മയുടെ ഈ 1980 രൂപയാണ് ശമ്പളം. ഈ ശമ്പളം കൊണ്ട് നമ്മൾക്ക് കഴിഞ്ഞാൻ പോകാൻ പറ്റില്ല. കാരണം പല ഭാഗത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, കൈക്കടങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ലോണുകളുണ്ട്. ഇതൊക്കെ കൊണ്ട് നടന്നു പോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടാണ് വീട്ടിൽ അന്വേഷിച്ച് വരുന്നതൊക്കെ. പക്ഷെ അച്ഛൻ മരണത്തിന് ശേഷമാണ് കേട്ടോ. മരിക്കുന്നതിന് മുന്നേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ നേരെ തിരിച്ച് ചെന്നൈയിലേക്ക് പോയി. അവിടെ പക്ഷെ ഞങ്ങളുടെ ചെന്നൈയിൽ പോയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയായിരുന്നു. അത് പോയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പോയതിനു ശേഷം കുറച്ചു കാലം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു വെക്കേഷനല്ലേ വരുന്നത്, മോനെ ഇങ്ങോട്ട് വിട്ടേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ അനിയന്റെ ഭാര്യയുടെ കൂടെ ഞാൻ അങ്ങോട്ട് പോയി, ചെന്നൈയിലേക്ക് പോയി.
ചെന്നൈ പോയപ്പം വളരെ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചുമട്ടുതൊഴിലാളിയുടെ വേഷത്തിൽ അച്ഛനെ ഞാൻ കാണുന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു അച്ഛനായിരുന്നില്ല, ബിസിനസ്സിലൊന്നും അല്ല, ചുമട്ടുതൊഴിലാളിയുടെ വേഷത്തിൽ റെഡ് ഷർട്ട് ഇട്ടിട്ടാണ് എന്നെ കൂട്ടാൻ വരുന്നത്. ആ സമയത്ത് പണ്ടുണ്ടായിരുന്ന അച്ഛന്റെ ആ രൂപം ഇതൊന്നല്ല എനിക്ക് കാണാൻ പറ്റിയത്. വളരെ മെലിഞ്ഞ് ശോഷിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു അവിടെ കാണാൻ പറ്റിയ. ആ 2 മാസം ചുമട്ടുതൊഴിലാളിയുടെ വേഷത്തിലായിരുന്നു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തിനടുത്തങ്ങനാണ്. പക്ഷെ അത് എങ്ങനെയാണെന്ന് അച്ഛൻ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ പോയതിനു ശേഷം അച്ഛൻ ചുമട്ടുതൊഴിലായിരുന്നില്ല, എന്റെ കൂടെ ഇല്ലില്ല. എന്റെ ബന്ധുക്കളൊക്കെ സഹായിച്ചില്ല, അവിടെ കുറെ ബന്ധുക്കളൊക്കെ ഇല്ലേ? അച്ഛന്റെ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും സഹായിക്കാൻ നിന്നിട്ടില്ല. അച്ഛന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാൽ കണ്ട് എടുത്ത് പറയും. ഭയങ്കര സ്റ്റേൺ ആണ് ആള്. തെറ്റുണ്ടെങ്കിൽ തെറ്റായിട്ട് തന്നെ തുറന്നു പറയും. അങ്ങനത്തെ ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരില്ല. അപ്പൊ അതൊക്കെ ആയിരിക്കാം കാരണം. കുടുംബക്കാരൻ അങ്ങനെ സഹായിച്ചൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പോയ സമയത്തും അച്ഛൻ ഒരു സ്റ്റേഷനിൽ അത്യാവശ്യം ഇപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോ എല്ലാ ദിവസവും ജോലി കാണത്തില്ലല്ലോ. ചുമടെടുപ്പെന്ന് പറയുമ്പോൾ ചുമട് വന്നാലേ പറ്റൂ, എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഈ ബന്ധുക്കൾ കൊടുക്കുമായിരുന്നു. ഭക്ഷണമൊക്കെ ബന്ധുക്കൾ, അതും വലിയൊരു എന്താ പറയുക വിഷമകരമായ അവസ്ഥ. അമ്മയോട് പോലും ഞാൻ പിന്നീട് ആ കാര്യം പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കുറച്ച് ഡോഗ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഡോഗിന് കൊടുക്കുന്ന പ്ലേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. എല്ലാവർക്കും അറിയാലോ, സാറിന് പോലും അറിയാൻ വാങ്ങുന്നത്. പക്ഷെ അവിടെ ഞാൻ പോയപ്പോൾ കണ്ടത് ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസും അച്ഛന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതിലാണ് ഇവർ ഫുഡ് കൊടുക്കുക അച്ഛന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നത്. അപ്പൊ ഞാൻ വന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങനെ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു അച്ഛനോട്, നമുക്ക് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് മാറി നിൽക്കുകയത്. വേറെ റൂം എടുത്ത് അച്ഛന്റെ ഫ്രണ്ട്സിന്റെ പറഞ്ഞില്ലേ? ഇല്ല, അന്ന് ബന്ധുക്കളോട് അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ അച്ഛൻ നിന്നിട്ടില്ല. പിന്നെ നമ്മൾ പോയി ഒരു സ്റ്റേഷനറി കട തന്നെയായിരുന്നു. ഞാനും കടയിൽ നിൽക്കും. അപ്പൊ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ശരീരത്തിന് ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ അച്ഛൻ ഉച്ചക്ക് റൂമിലേക്ക് പോകും. ഞാനാണ് പിന്നെ കട നോക്കി നടത്തുക അവിടെ വൈകുന്നേരം. അപ്പം ആൾക്കാരൊക്കെ വരും, ഫാൻഡിന്റെ ഇതൊക്കെ. അപ്പൊ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടോ, ആ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുത്ത് വെക്കും. ഇങ്ങനത്തെ ശീലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അവർ നല്ലൊരു വെക്കേഷൻ ആയിരുന്നു എനിക്ക് മദ്രാസിൽ ഉണ്ടായിരുന്നത്. അല്ലല്ല, വാടക എടുത്തിട്ടുള്ള കടയാണ്. അപ്പം ആ സമയത്താണ് സൈക്കിളും ഞാൻ പഠിക്കുന്നത്. കാരണം അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് സൈക്കിള് വാടക എടുക്കാൻ വേണ്ടി 2 രൂപ വരും. അന്ന് 2 രൂപ വേണ്ടു. അപ്പം ജോലി എന്താണെന്ന് വെച്ചാൽ കടപ്പുറത്ത് പോയിട്ട് ഐസ് കൊണ്ടുവരണം. ഐസ് കൊണ്ടുവരേണ്ട കാര്യം കൊണ്ട് ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് പോകും. ആ സമയത്തൊക്കെ നല്ലൊരു 2 മാസം വെക്കേഷൻ, നല്ലൊരു വെക്കേഷനും കൂടിയായിരുന്നു എനിക്ക്. ഈ കട നന്നായിട്ട് പോയോ? കട കുറച്ചു കാലം നന്നായിട്ട് പോയി. ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു രസം എന്ന് വെച്ചാൽ അച്ഛനെ ഒറ്റക്ക് ട്രെയിൻ കയറ്റി വിട്ടത്. എന്റെ ആദ്യത്തെ ഒരു യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞത്. അമ്മയോട് പോലും പറഞ്ഞില്ല. എത്ര വയസ്സുണ്ട്? അന്ന് 6ാം ക്ലാസ് പഠിക്കുന്നതാണ്. ഒറ്റക്ക് ട്രെയിൻ കയറ്റി വിട്ടു മദ്രാസിൽ നിന്ന്. അടുത്തുള്ള ഒരാളോട് പറഞ്ഞു തലശ്ശേരി അവനെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കയറ്റി വിട്ടു. ഞാൻ അതുപോലെ വന്ന് ഇറങ്ങുകയും ചെയ്തു. കറക്റ്റ് ആയിട്ട് തലശ്ശേരി ചെന്നൈ മെയിലിനായിരുന്നു. നേരെ അമ്മയുടെ ഓഫീസിലേക്കാണ് പോയത്. നമുക്ക് പെട്ടെന്ന് അത്ഭുതമായി പോയി ഞാൻ എത്തുന്ന വീട്ടിൽ. അപ്പൊ അച്ഛനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അമ്മ. അങ്ങനെ വിട്ടത് ശരിയായില്ല എന്നുള്ളതിൽ. അപ്പം പറഞ്ഞൊരു കാര്യം അതാണ്, ഞങ്ങളൊക്കെ എത്ര ആൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മക്കള് നല്ല രീതിയിൽ ഒരു സ്റ്റേൺ ആയിട്ട് അവരുടേതായ തീരുമാനങ്ങൾ എടുത്ത് പോകണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലേ ചെയ്ത് പഠിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെയാണ്. ഇല്ലില്ല, ടെൻഷനില്ല. എനിക്ക് അങ്ങനെ പേടികളൊന്നും ഇല്ലായിരുന്നു. കാരണം ആ സമയത്ത് ട്രെയിനിൽ പോകുന്നു, അതിന് മുന്നേ ട്രെയിനിൽ പോയിട്ടുണ്ട്. അടുത്തുള്ള ഒരാളുടെ അവരോട് സംസാരിച്ച് അവരൊരു ബന്ധത്തിനെ പോലെ തന്നെ തോന്നി. അങ്ങനെ പോരും ചെയ്തത്. അസുഖമൊക്കെ ബാധിച്ചു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു കോൾ വന്നു. അതും ബന്ധുക്കളല്ലേ വിളിക്കുന്നത്, അച്ഛന്റെ സുഹൃത്തുക്കളാണ് വിളിക്കുന്നത്. അച്ഛൻ സ്റ്റാൻലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, നിങ്ങളൊന്ന് വന്ന് കൂട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അമ്മ ഒറ്റക്ക് അങ്ങോട്ടേക്ക് പോയത്. ചെന്നൈയിലേക്ക് തിരിച്ചു പോയി അച്ഛനെ കൂട്ടാൻ വേണ്ടി പോയി. അച്ഛൻ അവിടെ ചെന്നു. അച്ഛൻ സ്റ്റാൻലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്താണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. അച്ഛന് ക്യാൻസർ ആയിരുന്നു. എന്നിട്ട് അമ്മ തിരിച്ച് കൂട്ടിയിട്ട് വന്ന് പിന്നെ ഒരു 6-7 മാസത്തോളം അച്ഛൻ ജീവിച്ചിരുന്നിട്ടുള്ളൂ. കാരണം ക്യാൻസർ 7ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലേക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ മാത്രം ഒരു അവസ്ഥയായിരുന്നില്ല. ആദ്യം ക്യാൻസർ ആണെന്നും തിരിച്ചറിഞ്ഞില്ല. അച്ഛൻ ഇങ്ങനെ അവസ്മാരൊക്കെ വന്ന് ബോധം പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം അച്ഛൻ ഈ മദ്യപിക്കും പുകവലിക്കും ചെയ്യായിരുന്നു. പക്ഷെ ചെറുപ്പത്തിലൊന്നും മദ്യപിച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അച്ഛനില്ല. പുറത്ത് പോയാൽ സുഹൃത്തുക്കളോടൊപ്പം മാത്രമേ മദ്യപിക്കുള്ളൂ. പുകവലിക്കുള്ളൂ. ഞാനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ മുട്ടായി വാങ്ങാൻ പൈസ ഒക്കെ തന്നാൽ വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷേ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ശേഷം അച്ഛനൊരു കാര്യം ചെയ്തു, ഹൻസ് വെക്കാൻ തുടങ്ങി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അച്ഛൻ മനസ്സിലാക്കിയിരിക്കാൻ പുകയില്ല. അച്ഛൻ മനസ്സിലാക്കിയിരിക്കും എത്രയും പെട്ടെന്ന് മരിക്കാൻ ഇതൊക്കെയാണ് നല്ലത് എന്നുള്ളത്. കാരണം ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുണ്ടല്ലോ, ഹോസ്പിറ്റൽ ചെലവ്, ഇതൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകേണ്ട ഒരു പരിപാടിയായിരുന്നു. അപ്പോ 6 മാസക്കാലം അച്ഛന്റെ ബന്ധുക്കളെ കാണണമെന്ന് പോലും അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആരും വന്നിട്ടില്ല. അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അവസ്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവരൊന്നും വന്ന് കാണാൻ. അച്ഛന്റെ ചെറുപ്പകാലത്ത് മീൻസ് അച്ഛൻ ഒന്നാമത് അമ്മ ഒറ്റ മോളാണ്. അമ്മ ഒറ്റ മോളായത് കൊണ്ട് തന്നെ അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. അച്ഛന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് താമസിച്ചത്. പിന്നെ അച്ഛൻ എല്ലാവരോടും എന്താ പറയാ ഒരു ഭയങ്കര ഒരു മനോഭാവമായിരുന്നു. അതായത് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞതുപോലെ കണ്ട പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആയിരിക്കാം കാരണം. അതിന്റെ വ്യക്തമായ കാരണങ്ങളൊന്നും അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾക്ക്. പക്ഷെ അച്ഛൻ മരണപ്പെടുന്നതിന് മുന്നേ അമ്മയോട് പറഞ്ഞത് എന്റെ മക്കളെ അങ്ങോട്ടേക്ക് വിടരുത്, ബന്ധുക്കളുടെ അടുത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ പോവാറുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ. അതിന്റെ കാരണം അറിയില്ല സാർ, സത്യം പറഞ്ഞു. അച്ഛൻ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛൻ അമ്മയോട് ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും ആക്കായിട്ടും
എന്താ അച്ഛനോടൊന്നും പറയാത്തേന്നൊക്കെ, അമ്മേനോട് കാര്യങ്ങളൊക്കെ. ഈ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അവസാന കാലത്ത്? അത് ശരിക്കും പറഞ്ഞാൽ തന്മാത്രയിലെ രമേശൻ നായരുടെ കഥാപാത്രം ഇല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ വേഷം. ആ 3 days, ലാസ്റ്റ് 3 days എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെയായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത്. കാരണം അത് നേരിട്ട് കണ്ടവനും കൂടിയാണ് ഞാൻ. കാരണം അമ്മ ഓഫീസിൽ പോവും, പകല് ഞാനാണ് ഉണ്ടാവുക. അമ്മമ്മ അച്ഛനുമായിട്ട് പണ്ടൊക്കെ കുറെ കൊമ്പൂർക്കലൊക്കെ നടന്നെയാണ്. കാരണം വെച്ചാൽ അമ്മയുടെ സ്വർണ്ണമൊക്കെ അച്ഛനാണല്ലോ കൊടുത്തു വെച്ചത്, വിറ്റതൊക്കെ. അതുകൊണ്ടൊക്കെ അമ്മമ്മ ഒരു തന്റേടിയായ സ്ത്രീയാണ് ശരിക്കും. നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത് ശരിക്കും അമ്മമ്മയായിരുന്നു. എല്ലാവരുടെക്കും പറയാനും കാര്യം പറയാനും എല്ലാത്തിനും നിൽക്കുന്ന ഒരു അമ്മമ്മ തന്നെയായിരുന്നത്. അപ്പൊ അമ്മമ്മയാണ് അവസാന കാലത്ത് അച്ഛനെ നോക്കിയത്, അച്ഛനെ കുളിപ്പിക്കുന്ന കരയാനൊക്കെ കണ്ടപ്പോൾ നമ്മൾ നേരിട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. രമേശൻ നായർ എങ്ങനെ ഉണ്ടായിരുന്ന ബോധമൊക്കെ പോയി ആരെയും മനസ്സിലാവുന്നില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ മുഖത്തിൽ ചില ഗോഷ്ഠികൾ കാണിക്കുക, പിന്നെ അമ്മ വരുന്നതെന്ന് നോക്കിയിരിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അവസാന കാലഘട്ടത്തിൽ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു അച്ഛൻ്റെ. അങ്ങനെയാണ് അച്ഛൻ മരണപ്പെടുന്നത്. അല്ല അമ്മയ്ക്ക് ഈ രമേശൻ നായരുടെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം പോലെ ആയി എന്ന് പറയുമ്പോൾ നിങ്ങളെ കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥയുണ്ടായിരുന്നു? ലാസ്റ്റ് ഡേയ്സസ് ഒക്കെ നമ്മളെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എന്നെ മനസ്സിലായിട്ടില്ല. കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭക്ഷണം കോരിക്കൊടുത്താൽ, അതായത് വെള്ളം രീതിയിൽ കോരിക്കൊടുത്താൽ. തൊണ്ടക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്, നാവിനാണ് ക്യാൻസർ ബാധിച്ചത്. നാവിൽ നിന്ന് തൊണ്ടയുടെ ഉള്ളിലേക്ക് ക്യാൻസർ അങ്ങോട്ട് പോയി. പിന്നെ ഡോക്ടേഴ്സും പറഞ്ഞിരുന്നു വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. അന്ന് ഇന്നത്തെ പോലത്തെ ടെക്നോളജീസും അന്നില്ല, നമുക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല. അതുപോലെ ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഈ വീട്ടിലെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? ഈവൻ അച്ഛൻ 6 മാസം മരിക്കാൻ കിടക്കുന്നത് അറിയില്ലല്ലോ. അവസാന സമയം അച്ഛനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഇല്ലില്ല. അത് അമ്മയും അമ്മയുടെ പെൻഷനും അമ്മയുടെ എങ്ങനെയായിരുന്നു? അമ്മമ്മ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാറ് പൊതുവെ. അതങ്ങനെ കുറെ കാലം പോയോ? ജീവിതം കുറച്ചു കാലം ഇല്ല. അത് അവസാനത്തെ 3 ദിവസമാണ് പൂർണ്ണമായും തീരെ ഓർമ്മ പോയും കാര്യങ്ങളും. പിന്നെ ഒരാഴ്ച 1.5 ആഴ്ച മാത്രമേ അധികം ഉണ്ടായിട്ടുള്ളൂ. ക്യാൻസറുമായിട്ട് ബന്ധമില്ലല്ലോ. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല, ബന്ധം ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു മാനസികമായിട്ടുള്ള ഒരു വിഷമം കൂടി ഉണ്ടായിരുന്നു സാർ അന്ന്. അതായത് ഒരു ശാരീരിക, അതായത് ഈ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛന്. നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പോലും അച്ഛനില്ലായിരുന്നു. നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ടോ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നതായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് പണ്ട് എന്നോട്. കാരണം നമ്മളോട് മക്കളോട് പറഞ്ഞതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ അമ്മയോട് അച്ഛൻ പറയാ. അത് എങ്ങനെയാ പറഞ്ഞിരിക്കേണ്ടത് എനിക്കറിയില്ല സാർ ശരിക്കും പറഞ്ഞു. മനസ്സിലായി. ഈ അച്ഛൻ കടന്നുപോയി കഴിഞ്ഞപ്പോഴേ അപ്പൊ വീടൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ അവസ്ഥ എങ്ങനെയായിരുന്നു? കടമൊക്കെ കയറിയല്ലോ, കടക്കാരൊക്കെ അന്വേഷിച്ചു വന്നോ? കടക്കാർ അന്വേഷിച്ചു വരുന്ന മാത്രമല്ല സാർ, ജോലിക്ക് പോകുമ്പോ പിന്നെ ഇത് അതായത് നമ്മള് കുട്ടിമാക്കൂൽ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ ജോലിക്ക് പോകുമ്പോ പോലും റോഡിന്മേൽ വെച്ചിട്ട് വരെ പിന്നെ കടക്കാർ, അതായത് ഒരാളുടെ അടുത്ത് കുറി വിളിച്ചിട്ട് കൊടുത്താന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഒരാൾക്ക് എന്തോ പിന്നെ ലോൺ എടുത്തിട്ട് ജാമ്യം നിന്നാ അതാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും നേരാവണ്ണം കാര്യങ്ങൾ അറിയില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ തരൂ, ഇപ്പൊ എന്നെ കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളിലുള്ളതുകൊണ്ട് വീടിന് ലോൺ എടുത്തതും മക്കൾ ചെറിയ മക്കളാണ്, അപ്പൊ തരാന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവരങ്ങനെ അന്ന് പോകും. എന്നാലും വന്നിട്ട് പിന്നെയും പറയുന്ന ഒരു അവസ്ഥ. അന്നേരം മാനസികമായിട്ട് ബസ് സ്റ്റോപ്പിൽ, അതായത് നമ്മളെ കാണുന്നല്ലേ, ദിവസവും പോകുന്നില്ലേ, ഓഫീസിലേക്ക് പോകുന്നതാണല്ലോ സാറേ. അപ്പൊ നമ്മളെ കാണുമല്ലോ അവര്. അപ്പൊ കാണുമ്പോ കണ്ടാല് ചോദിക്കും. പിന്നെ ഒരു കണ്ടിജന്റ് ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാള് പിന്നെ ഒരു ബാങ്കിൽ നിന്ന് ലോണിൽ ജാമ്യം എടുത്തു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അത് ഓഫീസിലും വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന മാതിരിയല്ലേ, ആൾക്കാരെ മുമ്പ് തന്നെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും എന്ന് ചോദിച്ചാല് ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തു പോയത് കൊണ്ടല്ലേ അങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത് തോന്നും. എന്നിരുന്നാലും പിന്നെ അങ്ങനെ ആൾക്കാരെ മുമ്പ് ചോദിക്കുമ്പോ ഒരു വല്ലാത്ത ഒരു വിഷമല്ലേ സാറേ. അതുകൊണ്ട് വളരെ ക്ലേശായിരുന്നു. അപ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്, എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്, ആത്മഹത്യ ചെയ്താലെന്താ എന്നുള്ള ആലോചിച്ചു പല പ്രാവശ്യം. അതെ, ആരുമില്ല, ഞാൻ ഒറ്റ മോള് മാത്രല്ലേ ഉള്ളൂ സാറേ. പിന്നെ ഏച്ചിയില്ല, അനിയത്തിയില്ല, ആങ്ങളമാരില്ല, അച്ഛനുമില്ല, പിന്നെ ആരുമില്ല. നമുക്കൊന്നും പറയണ്ടിക്കൽ എന്താ ഭർത്താവില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭർത്താവിന്റെ അമ്മയുണ്ടല്ലോ, അമ്മമ്മയില്ലേ? ഭർത്താവിന്റെ അമ്മയല്ല, അമ്മമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാ. അമ്മ വീട്ടിലുണ്ട്. താങ്കളുടെ അമ്മയാണ് യാസ്മിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തല്ലേ? അതെ അതെ. എന്റെ അമ്മ ഇപ്പൊ ഉണ്ട്, 79 വയസ്സായി. ഇപ്പോഴുണ്ട് അമ്മ. അപ്പൊ അമ്മയുടെ പറയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ? അമ്മയോട് പറയുമ്പോ സാർ അത് പിന്നെ നമ്മള് കല്യാണത്തിന് എന്തായാലും കുറച്ച് സ്വർണ്ണമൊക്കെ തന്ന് അതൊക്കെ കച്ചവടത്തിന് വേണ്ടി ഇതായി പോയതുകൊണ്ട് നശിപ്പിച്ചതല്ല, അതിനുവേണ്ടി വെച്ചിട്ടല്ലേ പോകുന്നേ. അപ്പൊ അമ്മേന്റെ അഭിപ്രായത്തിലെന്ന് വെച്ചാൽ ഇങ്ങനെയെല്ലാം സ്വർണ്ണമെല്ലാം പോവാ, ഒന്നുകിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും വേറെ അങ്ങനത്തെ ഒരു സ്ഥലം എടുക്കാൻ, അങ്ങനെയല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തണ്ടേ. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേന്ന് കേൾക്കുമ്പോ അന്നേരം മനസ്സിനൊരു വിഷമം. അപ്പൊ ഞാൻ മക്കളെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, മോളോടാണ്, ഇവനോട് അങ്ങനെ പറയില്ല, മോളോട് ഞാൻ അവളെപ്പോ വീട്ടിലുണ്ടല്ലോ, ഇവൻ ഓരോ ഇങ്ങനെ പോകുന്നല്ലേ, മോളോട് പറയും, മോളെ നമുക്ക് മരിച്ചൂടെ,
നമുക്ക് നമ്മൾ എന്തിനാ മോളെ ജീവിക്കുന്നു പറയാം. അപ്പൊ എന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കും മോള്. മോൾക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ മരണമൊക്കെ പറഞ്ഞത്? അച്ഛൻ മരിച്ചത് നാലാം ക്ലാസ് പഠിക്കുമ്പോ മരിച്ചത്. ആ സമയത്താണ് മോളോട് പറഞ്ഞത് നമുക്ക് ഒന്നിച്ച് മരിക്കാം, നമുക്ക് മരിച്ചുകൂടെ. എപ്പോഴും അതായിരുന്നു സാറേ. മോളെന്താ പറഞ്ഞു? മോള് എന്റെ മുഖത്ത് തന്നെ നോക്കി കരയും നേരം. കരയൂ. അമ്മ എന്താ അങ്ങനെ പറയുന്ന, അമ്മ എന്താ അങ്ങനെ. അവള് ചെറുതല്ലേ, അവൾക്കത് അറിയില്ലല്ലോ, എന്താ കാര്യം ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അവളതാ പറയാ. അങ്ങനെ എന്താ പറയാ, രാത്രിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കും. അമ്മയും ഇവരെ മക്കൾ ഇപ്പുറത്തെ കാട്ടിൽ കിടക്കുന്നുണ്ടാവും, ഞാൻ ഇപ്പുറത്ത് കിടക്കുന്നുണ്ടാവും. അന്നേരം കിടക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഉറക്കം കുറവായിരിക്കും. അപ്പൊ അമ്മ എന്നെ ചില സമയം പറയൂ, മക്കളോട് പറയും രാത്രിയാകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ശബ്ദം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മകളോട് അവളുടെ അടുത്ത് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടും നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ പറയലുണ്ട്. അപ്പൊ എന്നാലും ഞാനെന്ത് ഇവരെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് നോക്കും. രണ്ടാളി നോക്കും മക്കളെ. അപ്പൊ രണ്ട് ചെറിയ മക്കള്. അപ്പൊ ഞാൻ ചിന്തിക്കും, അഥവാ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എന്റെ മക്കള് ബാക്കിയായി പോയെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ മരിച്ച് എന്റെ മക്കള് ജീവിച്ചാല് ആരാ ഉള്ളത്, ആരും ഇല്ലല്ലോ സാറേ. അങ്ങനെ ഒരു ചിന്ത ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അപ്പം ഈ മോൾക്ക് പേടിയുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ചെയ്യുന്ന പേടിയുണ്ട്. അവള് പിന്നെ കുറെ ആ സമയത്ത് പറഞ്ഞിട്ടില്ല, പിന്നീട് അത് പറയുണ്ടായി. അതായത് പിന്നെ ചോറ് വാരി കൊടുക്കാന്ന് പറയും. അമ്മമ്മ എപ്പോഴും ചോറ് വാരി കൊടുക്കും ഇവർക്ക്. അപ്പൊ ചോറ് വാരി കൊടുക്കുമ്പോ അമ്മ വലിയ ഉരുട്ടിയാക്കിയിട്ട് ചോറ് വാരി കൊടുക്കുക. അത് ഇവർക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് ചോറ് വാരി കൊടുക്കാൻ. അപ്പൊ ചിലപ്പോ ഞാൻ പറയും രാത്രി ഇങ്ങനെ, ചിലപ്പോ നമ്മളെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അടികൂടിയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അന്നേരം കിടക്കുമ്പോ ഞാൻ അമ്മ ചോറ് വാരിത്തരാന്ന് പറയും. അമ്മ ചോറ് വാരിത്തരാന്ന് പറയുമ്പോ ഇവൻ പറയും ആ വാരിത്തന്നോന്ന് പറയും. അപ്പൊ മോള് പറയും വേണ്ട, അമ്മ ചോറ് വാരിത്തരണ്ട, അമ്മമ്മ വാരിത്തന്നാ മതി. ഭക്ഷണം അമ്മ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അവള് പിന്നെയാണ് അമ്മയുടെ ചിന്തയൊക്കെ എന്നാ പോയത് മനസ്സിൽ? നീ മരണമൊന്നുമല്ല ഇതിനുള്ള വഴിന്ന് മനസ്സിലായത്? മരണമൊന്നല്ല ഇതിനുള്ള വഴിന്ന് മനസ്സിലായത്. അതായത് നമ്മള് ഓഫീസിൽ പിന്നെ ആൾക്കാരുണ്ടല്ലോ, അതായത് നമുക്ക് ഒരു സെക്രട്ടറിയിൽ ഒരു PA വന്നതിനായിരുന്നു. അപ്പൊ PA വന്നെടുത്ത് ഉച്ചക്ക് ഇങ്ങനെ വെറുതെ PA-നോട് പോയി ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നത്. അന്നേരം ഇങ്ങനെ വിഷമങ്ങളിൽ പറയും. അതുപോലെ ഓഫീസിൽ വേറൊരു ഫ്രണ്ട് ഉണ്ട്, നിർമ്മലേച്ചി എന്ന് പറയുന്നത്. ആ നിർമ്മലേച്ചിയോട് ഇങ്ങനെ കാര്യങ്ങളും പറയുമ്പോൾ നിർമ്മലേച്ചി പറയും, സജി അതൊന്നും ഒന്നിനും പരിഹാരമല്ല. എന്നെ സജി എന്ന് എല്ലാവരും വിളിക്കുക. അതൊന്നും ഒന്നിനും പരിഹാരമല്ല. മരിച്ചോടൊന്നും ഒരാൾ മരിച്ചിട്ട് എന്താ കാര്യമുള്ള, മറ്റേ ബാക്കിയുള്ള മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ, മക്കൾ രക്ഷപ്പെട്ട് നീ മരിച്ചു കഴിഞ്ഞാൽ അത് ഇതല്ലേ, അതല്ല. അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെയല്ല ഇപ്പൊ പല കാര്യത്തിൽ ഉപദേശിക്കും. അപ്പൊ ഉപദേശിക്കുമ്പോ പിന്നെ അപ്പൊ മനസ്സിൽ ചിലപ്പോ ചിന്തിക്കും, ചിലപ്പോ ചിന്തിച്ചാലും ചിലപ്പോ തോന്നിപ്പോവും. ഒന്നാമത് ഇതന്നെ സർ, ജോലി ഇങ്ങനെ അന്നത്തെ ഒരു സാഹചര്യം. പക്ഷെ അതൊന്നും പരിഹാരമല്ല നമുക്ക് പിന്നീട് മനസ്സിലായി. സുസ്മിത, അപ്പൊ എനിക്ക് തോന്നുന്നത് താങ്കളൊന്നും അറിയുന്നില്ല അല്ലേ? ഞാൻ അമ്മയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കാര്യം കൃത്യമായിട്ട് പറയില്ല ഞങ്ങളോട്. വിഷമങ്ങളും കാര്യങ്ങളൊന്നും പറയില്ല. അപ്പൊ രാവിലെയൊക്കെ ചില സമയത്ത് രാവിലെ എണീക്കും അമ്മന്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കും എന്താ സംഭവം എന്ന്. അപ്പൊ പറയാന്ന് വെച്ചാൽ അടുപ്പ് ഊതിയിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്നാ പറയാ. പക്ഷെ അമ്മ ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കും ആകുന്നുണ്ട്. ഇതൊക്കെ പിന്നീട് അമ്മ നമ്മളോട് പറയുന്നത്. നമ്മളൊരു വലുതായി ആ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ പറയുന്നത് പിന്നീടാണ്. അപ്പോഴേ ഉണ്ടായിരുന്നു നമുക്ക് ഗ്യാസ് ഒക്കെ വാങ്ങിക്കൊടുക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ. ഫസ്റ്റ് ജോലി കിട്ടിയാൽ ഞാൻ അമ്മക്ക് ഗ്യാസ് വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞു. ഗ്യാസ് ഇല്ലായിരുന്നു, ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നു. അടുപ്പ് ഈവൻ നമ്മുടെ തീയടുപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഈവൻ ഭക്ഷണത്തിന് പോലും വകയില്ലായിരുന്നു സാർ ശരിക്കും. അതുവരെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രാവിലെ ചിലപ്പം കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല വീട്ടില്. അമ്മ പോവും. ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ ഹൈസ്കൂൾ സമയത്തായിരുന്നു. ആ സമയത്ത് അച്ഛൻ മരണശേഷം ഹൈസ്കൂളാണ്. അപ്പൊ ഹൈസ്കൂൾ സമയത്ത് വ്യാപ്തികൾ കൂടി തുടങ്ങിയത്. കാരണം അച്ഛൻ നമ്മളെ അറിയിക്കാതെ വാങ്ങിയ കടങ്ങളും ഉണ്ടാവും. ഈ വീടെടുക്കാനും കാര്യങ്ങളൊക്കെ അച്ഛനാണല്ലോ മുന്നിട്ട്. അവരൊക്കെ പിന്നീട് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. അന്ന് കുറെ പേര് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കടങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോയത് അച്ഛൻ മരണത്തിന് ശേഷം. കാരണം ഫുഡ് വാങ്ങാൻ പോലും, ഭക്ഷണത്തിന്റെ അരി വാങ്ങാൻ പോലും പൈസ ഇല്ല. അപ്പൊ ആകെ ഒരു സമാധാനം, നാട്ടിലൊരു കർണാടന്റെ കടയുണ്ട്, അദ്ദേഹം ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തരിക. പൈസ കൊടുത്തില്ലെങ്കിലും സാധനങ്ങൾ തരും. അങ്ങനെ ബില്ല് കൂടി വരും. ഒരു മാസം നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ചായിട്ട് അദ്ദേഹത്തിന് കൊടുക്കും. കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് മൂപ്പര് നമുക്ക് സാധനങ്ങൾ കടം തരുകയും ചെയ്യും. ഒരു കണക്ക് ബുക്ക് അതിനായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഉച്ചക്കത്തെ ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും. കാരണം ഹൈസ്കൂൾ ലെവലിൽ നമുക്ക് ഭക്ഷണം കിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഉള്ളതുകൊണ്ട് പിന്നെ തങ്കരാജേട്ടൻ എന്ന് പറഞ്ഞൊരു പ്യൂൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അധ്യാപകരൊക്കെ നന്നായിട്ട് വിഷമങ്ങൾ ഞങ്ങളുടെ അറിയുന്നതായിരുന്നു. അപ്പൊ തങ്കരാജേട്ടന്റെ അടുത്ത് പോയിട്ട് ഉച്ചഭക്ഷണം വിളമ്പി കൊടുക്കാൻ നിൽക്കും ഞങ്ങൾ ഹൈസ്കൂളിൽ. ഞാൻ 2-3 കുട്ടികൾ വേറെ ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞങ്ങൾ വിളമ്പി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും. അപ്പൊ രാവിലത്തെ ഉച്ചക്കത്തെ കൂടി ഒരു ബ്രഞ്ച് എന്നുള്ള രീതിയിൽ ഉച്ചക്ക് നന്നായിട്ടും കഴിക്കുക ചെയ്യുക. ചോറ് എന്നിട്ട് തിരിച്ചു വരിക. രാവിലെ കഴിക്കാം. പിന്നെ രാത്രി ആണെങ്കിൽ ഇപ്പൊ വൈകുന്നേരം അമ്മയുടെ ഓഫീസിലേക്ക് നേരെ പോകും. അപ്പൊ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ അമ്മേന്റെ കൂടെ തിരിച്ചു വരണം. പക്ഷെ പോയി കഴിഞ്ഞാൽ ചായ കിട്ടും. അതെന്താന്ന് വെച്ചാൽ അടുത്തുള്ള കൂടെയുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചായ വാങ്ങിത്തരും. എനിക്കും അനിയത്തിക്കും വാങ്ങിത്തരും. പിന്നെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങിത്തരും. അപ്പൊ അതൊക്കെ ആയിരുന്നു ആ ഒരു ഹൈസ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അത് 10ാം ക്ലാസ് വരെ പഠിപ്പ് നിർത്തണം തന്നെ തീരുമാനിച്ചതാണ്. 9ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് തന്നെ എനിക്കൊരു ജോലിക്ക് പോകണമെന്നായി. അതായത് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം, അങ്ങനെ ഒരു തീരുമാനം എടുത്തു ഞാൻ.
അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അമ്മക്ക് താല്പര്യമില്ല, ജോലിക്ക് വിടാനൊന്നും താല്പര്യമില്ല ആ സമയത്ത് തന്നെ. പക്ഷേ ഞാനെന്തിരുന്ന വെച്ചാൽ ഞങ്ങളുടെ മാതൃഭൂമി പേപ്പർ അന്ന് വരുത്തിക്കൊണ്ടിരുന്ന വീട്ടിൽ. അപ്പൊ അതിന്റെ ഏജന്റ് ശശിയേട്ടനുണ്ട്. ഇവർക്ക് നമ്മുടെ അവസ്ഥയൊക്കെ അറിയാം. നമ്മൾ ഈവൻ പേപ്പറിന്റെ പൈസ പോലും കൊടുക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ലായിട്ടും പേപ്പർ ഇട്ട് തന്നിരുന്നു, അവൻ വായിക്കട്ടെ എന്നുള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പേപ്പർ ഇട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇങ്ങനെ പത്രം ഇടാൻ വേണ്ടി, നമുക്ക് അന്നത്തെ ഒരു തലമുറക്ക് രാവിലെ പത്രം ഇടാൻ പോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അങ്ങനെ പത്രം ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ജോലി തരുമെന്ന് ചോദിച്ചു. അതിന് വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടായിരുന്നു. കാരണം രാവിലെ പോകുമ്പോൾ എനിക്ക് നീന്തം പഠിക്കാൻ പോകാൻ പറ്റും. അമ്മയോട് പറഞ്ഞ അമ്മ വിടില്ല. അപ്പം മഞ്ഞത്തൊരു തോർത്തൊക്കെ കെട്ടി പോയിട്ട് നീന്തം പഠിക്കാന്നുള്ള നീന്തൽ പഠിക്കും. ഇതൊക്കെ കൊണ്ടാണ് വെറുതെ നീന്തൽ പഠിക്കണം ആഗ്രഹം. അമ്മ വിടുന്നില്ല, വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് അമ്മ വിടുന്നില്ല, പേടിയുണ്ട്. ഇപ്പം പക്ഷെ നമുക്ക് ഒരു കാര്യത്തിലും പേടിയില്ല. പണ്ട് നല്ല പേടിയായിരുന്നു എന്നെ ഓരോ കാര്യത്തിലൊക്കെ വിടുന്നില്ല. അച്ഛനായിരുന്നു നല്ല ധൈര്യം ഉണ്ടായിരുന്നത്. അപ്പം പക്ഷെ പത്രം ഇടാൻ എന്നെ വിട്ടില്ല അദ്ദേഹം. ഇപ്പം പറഞ്ഞു, ഇപ്പം അമ്മയോട് വന്ന് ചോദിച്ചു ഇവന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പൊ 4ാം ക്ലാസ് വരെയൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. നല്ല മാർക്കോട് കൂടെ പാസ്സായിട്ടൊക്കെ വന്നത്. ഈവൻ സെന്റ് ജോസഫിൽ തന്നെ നല്ല രീതിയിൽ അഡ്മിഷൻ ഒക്കെ കിട്ടിയത്. പക്ഷേ ഹൈസ്കൂൾ കാലഘട്ടം ആകുമ്പോഴേക്കും പഠിത്തമൊക്കെ വളരെ ബാക്കോട്ടായിരുന്നു. അപ്പം പറഞ്ഞു, ഇവൻ തലതിരിഞ്ഞു പോകും, പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കില്ല, അതുകൊണ്ട് ഇപ്പം ഇവനെ പണിക്ക് വിടണ്ടെന്ന് പറഞ്ഞിട്ട് ആ പണിയും എനിക്ക് തന്നില്ല. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇല്ല, പത്രത്തിലെ പണിയും നടന്നില്ല. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് വർക്ക്ഷോപ്പ് പോവാം ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്തയുണ്ടായിരുന്നത്. അതും അതായത് പഠിത്തം നിർത്തി. കാരണം പിന്നെയും പഠിക്കാനൊക്കെ പറ്റില്ലല്ലോ. ഇവൻ 10ാം ക്ലാസ്സിൽ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങാൻ തന്നെ കഷ്ടപ്പെട്ട കാര്യം എനിക്കറിയാം ശരിക്കും. അത് കഴിഞ്ഞ് 10 പക്ഷെ എനിക്ക് ഫുൾ A+ കിട്ടി. അപ്പൊ ഈ കടബാധ്യത, ഈ ജപ്തി അങ്ങനെയുള്ള ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതോ ഈ കൈക്കാശ് വാങ്ങിച്ച ആൾക്കാർ അന്വേഷിച്ച് വരുന്ന മാത്രമേ ഉണ്ടായിരുന്നു? അല്ലല്ല, ജപ്തിയുടെ കാര്യം വരുമ്പോഴേക്കും അമ്മ വേറെ എവിടെയെങ്കിലും ആരോടും പൈസ വാങ്ങി അല്ലെങ്കിൽ വേറെ ചെറിയ ലോണുകൾ എടുത്ത് ഈ ജപ്തി അങ്ങ് തീർക്കും. കുരിയൊക്കെ വിളിച്ചിട്ട് ജപ്തിക്ക് വേണ്ട ആ നടപടികൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം പൈസ അങ്ങനെ വീടും. അതങ്ങനെ തുടർന്ന് കൊണ്ടുപോയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ഞാൻ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എസാപ്പിൽ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് അമ്മയുടെ കടങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. അതുവരെ അമ്മ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കടത്തിൽ മുങ്ങിയ എത്ര വർഷമുണ്ട് ജീവിതത്തിൽ? ഇല്ലാതെ ഒരു 8-10 വർഷമുണ്ടോ? അതോ സത്യം പറഞ്ഞാൽ 2020 വരെ അമ്മയുടെ അവസാന റിട്ടയർമെന്റിന്റെ ലാസ്റ്റ് സാലറി മാത്രമാണ് അമ്മയുടെ കൈ കിട്ടുന്നത്. അതുവരെ അമ്മയുടെ ഒരു ആ ശമ്പളത്തിൽ 1 രൂപ പോലും അമ്മയുടെ കയ്യിൽ ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, 2020 വരെ ഈ കടക്കണിയുടെ ഘോഷയാത്രയായിരുന്നു അല്ലേ? ലോണുകളും കര കയറി. അപ്പൊ നമുക്ക് ആ അനുഭവങ്ങളിലേക്ക് ഒന്നുകൂടെ വരാം. നമുക്ക് ഇന്നിപ്പോ മത്സരിക്കുന്നത് എങ്ങനെയാ? മത്സരിക്കുന്നത് 20 ചോദ്യങ്ങളിൽ വീഴണോ 10 ചോദ്യങ്ങളിൽ വീഴണോ? 20 ചോദ്യങ്ങളോട് പോവാം. 1 കോടി കിട്ടുമെന്ന് പറഞ്ഞോ? അല്ല, ഒരു തലശ്ശേരിക്കാർ പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു പണം പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഇതാരോടെങ്കിലും പറഞ്ഞോ മത്സരിക്കാൻ പറ്റുന്നുള്ളത്? കുറച്ചു പേരോട് മാത്രം പറഞ്ഞുള്ളൂ. അടുപ്പുള്ള അതെ അതെ. ഓക്കെ, അപ്പൊ കുട്ടേട്ടനെ പരിചയപ്പെട്ടോളൂ. കുട്ടേട്ടനാണ്. നമസ്കാരം സുസ്മിത്. നമസ്കാരം കുട്ടേട്ടാ. എന്തൊക്കെയാണ് തലശ്ശേരിയിൽ വിശേഷങ്ങൾ? തലശ്ശേരിയിൽ സുഖമായി പോകുന്നു കാര്യങ്ങളൊക്കെ. കുട്ടേട്ടനെ ഇഷ്ടമുള്ള ഒരാൾ താങ്കളുടെ വീട്ടിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാർത്യായനി എന്നാണ് ആളുടെ പേര് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണോ? അതെ, എന്റെ അമ്മമ്മയാണ് കാർത്യായനി. കുട്ടേട്ടന്റെ ഒരു ഫാനാണ്. അമ്മമ്മയോട് കുട്ടേട്ടന്റെ അന്വേഷണം അറിയിക്കൂ. ഓ ഷുവർ. സുസ്മിത്, താങ്കൾ നന്നായി മത്സരിച്ചോളൂ. താങ്കളെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. താങ്ക് യു സർ. വെൽക്കം. അപ്പൊ അമ്മമ്മയ്ക്ക്, കാർത്തിയാനി അമ്മമ്മയ്ക്ക് ഈ കുട്ടേട്ടനെ എങ്ങനെ അറിയാവുന്നത്? പ്രോഗ്രാം കണ്ടാണോ? അമ്മമ്മ ഇതിന്റെ ഫാനാണ്. അതായത് ടോപ്പ് സിംഗറും ഈ 1 കോടിയും കണ്ടിട്ട് മാത്രമേ അമ്മമ്മ കിടക്കുള്ളൂ. ഞാനൊക്കെ എപ്പോഴെങ്കിലൊക്കെ കാണാറുള്ളൂ സത്യം പറഞ്ഞ. പക്ഷേ അമ്മമ്മ ഇതിന്റെ ആളാ. അമ്മമ്മയ്ക്ക് വിവരമുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്നാലും കാർത്തിയാനി അമ്മമ്മ ഇത് സ്ഥിരമായി കാണുന്നു അറിയുമ്പോൾ നമുക്ക് അവതരിപ്പിക്കുന്ന ആൾ വലിയ സന്തോഷമല്ലേ? പ്രേക്ഷകല്ലേ സ്ഥിരമായിട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇന്നിപ്പോ 20 ചോദ്യങ്ങൾ വഴിയാണ് 1 കോടിയിലേക്ക് നമ്മൾ നീങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ താങ്കൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ വിജയങ്ങളും ഞാൻ നേരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ ടെൻഷന്റെ അവസ്ഥ എങ്ങനെയാ? അപ്പൊ ടെൻഷൻ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ ടെൻഷൻ അടിപ്പിക്കാന്നുള്ള പരിപാടിയില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ഈ ടെൻഷൻ അടിക്കുന്ന ചോദ്യമാണെങ്കിൽ പോലും വളരെ ലളിതമായി ലാഘവത്തോടെ ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റും, ഉത്തരവും പറയാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യമില്ല. മാത്രമല്ല, താങ്കളും കുടുംബം ഒരുപാട് കടങ്ങളെയും ഭീഷണികളെയും ഒക്കെ നേരിട്ട് ജീവിതത്തിന്റെ കയ്പിനീരൊക്കെ ഇങ്ങനെ നന്നായിട്ട് കുടിച്ച് നല്ല ഇറക്കി വന്നവരല്ലേ? അപ്പൊ മാത്രമല്ല, ഈ എന്തുവാ പറയുന്നത്, തീ കുരുത്തവരാണെങ്കിൽ വെയിലത്ത് വാടത്തില്ല എന്നൊക്കെ പറയില്ലേ? അപ്പൊ വെയിലടിക്കുന്നുണ്ട്, വെയിലല്ലേ കുരുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് ഹാർട്ട് ബീറ്റും ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുട്ടേട്ടാ, 96 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വലിയ കുഴപ്പമില്ല. ഇവിടെ വളരെ നോർമലാണ്. താങ്കൾക്ക് ഒരു ടെൻഷനും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് നന്നായിട്ട് ചോദ്യത്തിലേക്ക് അങ്ങ് വലതുകാല് വെച്ചോ ഇടതുകാല് വെച്ചോ കയറി കഴിഞ്ഞാൽ ഈ 1 കോടിയിലേക്കുള്ള സംഭവങ്ങൾ തുടങ്ങുകയായി. അപ്പൊ കുഞ്ഞിരാനെ വിളിക്കട്ടോ? വിളിക്കാം. അമ്മയ്ക്ക് കുഞ്ഞിരാവിനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. മകള് ചെറിയ മോനുണ്ട്, അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പിന്നെ 2 കൂടി അച്ചാച്ചനുണ്ട് അവിടെ. അച്ചാച്ചനും മോനും കൂടി അഭിനയിക്കും. അച്ചാച്ചൻ ശ്രീകണ്ഠൻ നായരും പിന്നെ മോയൻ കുഞ്ഞിരാമനുമാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാല് അതാ പറയാ കുഞ്ഞിരാമനുമായിട്ടാ കളി അല്ലേ? ഒരു കാര്യം ഞാൻ കുഞ്ഞിരാമനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. കുഞ്ഞിരാമ വരൂ. ഓക്കെ, ഈ തീർത്ഥ അല്പം കുടിച്ചോളൂ.
ഒരു തീർത്ഥാടകനാക്കും. ഓക്കെ, അപ്പൊ സന്തോഷം. ഇനി ഒരു ടെൻഷൻ കാണത്തില്ല. അപ്പൊ തലശ്ശേരിയിലേക്ക് വിട്ടേക്കട്ടോ കുഞ്ഞിരാമനെ. ഓക്കെ, കുഞ്ഞിരാമ പൊയ്ക്കോളൂ. കുഞ്ഞിരാമനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ തലശ്ശേരിയിലേക്ക്. അത്യാവശ്യം വീട്ടിലേക്ക് ആളിലൊക്കെ വരുമ്പോൾ ചായ കൊടുക്കാനും ചായ കോഫി എന്നൊക്കെ പോയാൽ കുഞ്ഞിരാമൻ റെഡിയാ. ഓക്കെ ഓക്കെ, റെഡി. അപ്പൊ ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 10,000 രൂപയുടെ ചോദ്യമാണ്. എങ്ങനെയാ GK എങ്ങനെയാ? GK അത്ര കണ്ട് ലെവലൊന്നല്ല. അല്ല, BC പരീക്ഷകളൊക്കെ എഴുതിയോ അതിന്റെ ഇടയ്ക്ക്? ഈ 2-3 കാര്യങ്ങൾ മാത്രം. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യാനൊന്നും നമുക്ക് ടൈമില്ല. എനിക്ക് പഠിക്കാൻ, അതായത് ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരുന്ന സമയമായിരുന്നു. അതിനിടയ്ക്ക് പഠിച്ച് BSc എഴുതാന്നുള്ളത്. ബേസിക്കലി താങ്കൾ ഒരു എഞ്ചിനീയറാണ്. എഞ്ചിനീയറാണ്, ബിടെക് എഞ്ചിനീയർ. ഓക്കെ, അത്യാവശ്യം പത്രങ്ങളൊക്കെ വായിക്കുമല്ലോ. വായിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് 10,000 രൂപയുടെ ചോദ്യം. മോർണിംഗ്. ഇനി പറയുന്നതിൽ ഏത് നടന്റെ ആരാധകരുടെ കഥയാണ് പോക്കിരി സൈമൺ എന്ന മലയാള സിനിമയുടെ ഇതിവൃത്തം? ഓപ്ഷൻ എ സൂര്യ, ഓപ്ഷൻ ബി അജിത്, ഓപ്ഷൻ സി കാർത്തി, ഓപ്ഷൻ ഡി വിജയ്, ഓപ്ഷൻ എ സൽമാൻ ഖാൻ. എനിക്ക് വിജയുടെ ഒരു ഇതാണെന്ന് വിചാരിക്കുന്നു. കാരണം ആരാധകരുടെ വെച്ചിട്ടുള്ള സിനിമ എടുത്തത് കാരണം. ഓക്കെ, അത് പൂട്ടാമോ? വിജയ് പൂട്ടാം സർ. ഓപ്ഷൻ ഡി വിജയ് പൂട്ടട്ടോ? പൂട്ടാം. ഞാൻ പൂട്ടിയിരിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഔട്ടായ ആദ്യത്തെ തലശ്ശേരിക്കാരനാണെന്ന് വന്നാൽ സുസ്മിത് മോഹൻ ഭയക്കുവോ? ഇല്ല, നേരെ തലശ്ശേരിക്ക് ഇറങ്ങും. ടെൻഷൻ ഒന്നുമില്ല. ഇവിടെ ഇറങ്ങി ആരോടും പറയാം ഞാൻ വന്നു കഴിഞ്ഞു, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഔട്ടായി, ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമാവൂ? ഇല്ലില്ല. അടുത്തൊരു കൂകി വിളിക്കൂ. ഗൂഗിളെ നമുക്ക് പ്രശ്നമല്ലേ? ഓക്കെ, കൂകി തെളിഞ്ഞെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഓപ്ഷൻ ഡി വിജയ്, താങ്കൾ പറഞ്ഞ ഉത്തരം അമ്മ ശരിയായിരിക്കുമോ? അമ്മയുടെ അഭിപ്രായം എന്തുവാ? ആകണമെന്ന് അമ്മയുടെ ആഗ്രഹമാണോ? ആയിരിക്കും. അമ്മയുടെ നാവ് മുന്നാകട്ടെ. ഉത്തരം ശരിയാണ്. 10,000 രൂപ കിട്ടിയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോലോ. 20,000 രൂപയുടെ ചോദ്യം. 20,000. മോണിറ്റർ. ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്മസ് കേക്ക് നിർമ്മിച്ച റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എവിടെയാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തലശ്ശേരി, ഓപ്ഷൻ ഡി മുംബൈ, ഓപ്ഷൻ ഇ ചെന്നൈ. ദി ലാൻഡ് ഓഫ് 3 seas, തലശ്ശേരി. ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ആ കേക്ക് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടോ? ആ കേക്ക് വാങ്ങി കഴിച്ചിട്ടില്ല. ഈ ഫാക്ടറി എവിടെ ഉണ്ടോ? തലശ്ശേരിയിലുണ്ടോ ഈ ഫാക്ടറി? റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ ഒരു ഷോറൂം പോലെ ഞാൻ ഇവിടെ കണ്ടതായിട്ട് ചെറിയൊരു ഫാക്ടറി ഉണ്ട്. ഓപ്ഷൻ സി തലശ്ശേരി. താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു തലശ്ശേരിക്കാരൻ ഇത് പറഞ്ഞില്ലേ മോശമല്ലേ? ഉത്തരം ശരിയാ, തലശ്ശേരി. അത് എനിക്കൊന്ന് 1883 ആദ്യമായിട്ട് കേക്ക് ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കിയത്. ഓക്കെ, എന്തായാലും ഒരു ചരിത്ര സംഭവമാണ്. അപ്പൊ അവിടുന്ന് വരുന്ന ഒരു തലശ്ശേരിക്കാരനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ താങ്കൾക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കടത്തിന്റെ നടുവിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ബാലൻ, അപ്പൊ ആ വിദ്യാർത്ഥി കടന്നു വരുമ്പോൾ SLC ഒക്കെ എങ്ങനെ കടന്നു? നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതോ ആവശ്യ നിലയായിരുന്നു? SLC എത്തുന്നത് വരെ എനിക്ക് പഠനത്തിൽ കുറച്ച് ബാക്കോട്ടൊക്കെ ആയിരുന്നു. പക്ഷെ SLC എത്തിയപ്പം അമ്മക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് റാങ്ക് സിസ്റ്റം, അന്ന് ഗ്രേഡ് സിസ്റ്റം ആണ്, അതിന് പിന്നെ റാങ്ക് സിസ്റ്റം ആയിരുന്നു. അപ്പൊ സെന്റ് ജോസഫ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കാരുടെ പേരൊക്കെ ഈ ഡയറിയിൽ വരും. അപ്പൊ നിതിൻ വത്സൻ സാറൊക്കെ അവിടെ പഠിച്ചു പോയ ആൾക്കാരാണ്. അപ്പൊ റാങ്ക് നേടണം, അന്ന് റാങ്ക് ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നീ അവിടെ നിന്ന് സ്വർണ്ണ മെഡൽ സ്കൂളിൽ നിന്ന് വാങ്ങണം എന്നൊരു ആഗ്രഹം. അന്ന് വരെ സ്വർണ്ണ മെഡൽ കൊടുത്തോണ്ടിരുന്നു. അപ്പൊ എങ്ങനെയല്ലോ അമ്മയുടെ ആഗ്രഹം നടത്താൻ വേണ്ടി ഞാൻ പഠിച്ചാൻ തോന്നുന്നുണ്ട്. എനിക്ക് SLC ഫുൾ A+ കിട്ടി. ആ ഫുൾ A+ കിട്ടിയിട്ട് ഞാൻ ആദ്യം വിളിക്കുന്ന എന്റെ ക്ലാസ് മാഷുണ്ട് സുനിൽ സാർ. മാത്സ് എടുക്കുന്ന മാത്സ് നല്ല ബാക്കോട്ടായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ എനിക്കൊരു ട്യൂഷൻ എടുത്ത് തരുന്ന സുജേഷ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സഹായിച്ചിട്ടാണ് നന്നായിട്ട് എനിക്ക് കുറച്ച് പഠിക്കാൻ പറ്റിയത്. സുനിൽ മാഷ് വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചാൽ A+ നിനക്കോ എന്നായിരുന്നു ചോദിച്ചത്. കാരണം പെർഫോമൻസ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഞാൻ പഠിച്ച് നേടിയത് ആ ഒരു ലാസ്റ്റ് പേസിൽ പഠിച്ച് നേടി A+ നേടി. അത് വലിയൊരു സന്തോഷമായിരുന്നു. അന്ന് സ്കൂളിൽ ഒരു സ്വർണ്ണ മെഡൽ എനിക്ക് നാട്ടിൽ ദിവ്യനായോ? അറിഞ്ഞു അതെ അതെ. പത്രത്തിൽ വാർത്തയൊക്കെ വന്നോ? പത്രത്തിലെ വാർത്ത വന്നു, A+ന്റെ വാർത്ത. പക്ഷേ ആ പടമൊക്കെ വന്നായിരുന്നു പത്രത്തിൽ. വീട്ടിലവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ആ സ്വർണ്ണ മെഡൽ വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോഴാണ് സ്കൂളിൽ കിട്ടിയ സമയത്ത്. അപ്പൊ അമ്മയ്ക്ക് അഭിമാനമായോ? അത് നമുക്ക് അഭിമാനമായി സർ. അത് സ്കൂളിൽ മീറ്റിങ്ങിന് പോകും. അപ്പം പാരന്റ്സ് മീറ്റിംഗ് വിളിക്കുമല്ലോ. പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ വർഷത്തെ പാരന്റ്സ് മീറ്റിങ്ങിന് വിളിച്ചപ്പോ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കുമ്പോ അപ്പൊ വെറുതെ അതിന്റെ അടുത്ത് ചോദിച്ചതാ. അപ്പൊ മനസ്സില് അപ്പൊ സന്തോഷായി കിട്ടിയപ്പോ. ഓഫീസിൽ എന്താ പറഞ്ഞു സ്റ്റാഫൊക്കെ? ഓഫീസില് പിന്നെ എനിക്ക് എന്റെ മോന് മാത്രല്ല
വേറെ 2 മക്കൾക്കും കൂടി A+ കിട്ടിയിട്ടുണ്ട്. പക്ഷെ A+ കിട്ടിയപ്പോ അവൻ ഇങ്ങനെ ചോദിച്ചു ട്രീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ട്രീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മളെ ശമ്പളം ഒക്കെ കുറവല്ലേ, അപ്പൊ പിന്നെ നമുക്ക് 3 കൂടി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പൈസയൊന്നുമില്ല, കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്റെ ജോലി അത് ആ ഒരു മനസ്സിൽ എന്റെ അർഹതയുള്ള ജോലി ഇവര് എല്ലാരും എല്ലാം കൂടി ശരിയാക്കി തരേണ്ട കാര്യം എനിക്ക് ശരിയാക്കി തന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിലുണ്ടല്ലോ സാറേ. അത് വാങ്ങിച്ചു. അവര് ലഡു വാങ്ങിച്ച് കഴിക്കുമ്പോൾ പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞ് നമുക്ക് മധുരം സജിതന്റെ മോന്റെ A+ ആണ്. അവര് പറയണ്ടേ, അത് വലിയ സന്തോഷമായി സാർ. പിന്നെ ജോലി എപ്പോഴാ റെഡിയായി കിട്ടിയത്? നമ്മൾ ഈ തൂപ്പുപണിയിൽ നിന്ന് നമ്മള് കൃത്യമായിട്ട് ഒരു ക്ലാർക്ക് പോസ്റ്റിലേക്ക് മാറിയത് അത് 2007 A+ പത്രവാർത്ത. കാരണം A+ കിട്ടിയപ്പോ എനിക്ക് ആ A+ എന്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു. കാരണം അന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ കടപ്പെട്ടിരിക്കുന്നതും ഒരു ജേർണലിസ്റ്റിനോടാണ്, മാതൃഭൂമിയിൽ അനീഷേട്ടൻ എന്ന് പറയുന്ന ഒരാളോട്. കാരണം A+ കിട്ടിയ സമയത്ത് പത്രത്തിൽ നമ്മുടെ A+ വാർത്ത വന്നല്ലോ. അതല്ലാതെ നമ്മുടെ ഏജന്റ്, അവിടുത്തെ പ്രമോദായിരുന്നു മാതൃഭൂമിയുടെ ഏജന്റ് ഉണ്ടായിരുന്നു. അവര് അനീഷേട്ടന്റെ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് ഞങ്ങളോട് എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഞങ്ങളുടെ 4 പേരുടെയും ഫോട്ടോ അടങ്ങിയ പത്രവാർത്ത വന്നു. അതായത് പഠിക്കാൻ വകയില്ലാതെ ഉള്ളത്. പക്ഷെ അന്ന് പഠിക്കാൻ വകയില്ലാത്ത ഒരു ആവശ്യത്തിന് ആയിരുന്നില്ല പത്രവാർത്ത വന്നത്. മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അമ്മയുടെ ജോലിയുടെ കാര്യം മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവർ വാർത്ത കൊടുത്തത്. അപ്പം വാർത്ത കൊടുത്തു. വാർത്ത വന്നതിന്റെ പ്രകാരം എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. അതായത് അവിടുത്തെ നാട്ടുകാർ ആൾക്കാർ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. സരോമ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ അതിന്റെ ഫസ്റ്റ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അന്നാണ് എന്റെ കയ്യിൽ ഒരു 5000 രൂപ തുകയായിട്ട് എത്തുന്നത്. അത് വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു, എം മുകുന്ദൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ അത് വാങ്ങിയപ്പോ ശരിക്കും മുകുന്ദൻ മാഷ് കണ്ടു, സംസാരിച്ചു, കിട്ടുന്നല്ലാതെ വേറെ അതിൽ കൂടുതലായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ നമുക്ക് സ്കോളർഷിപ്പും കിട്ടി. ഞാൻ നേരെ പോയത് അമ്മക്ക് ഗ്യാസ് വാങ്ങി കൊടുക്കാനായിരുന്നു. കാരണം പണ്ട് ഞാൻ ഈ അമ്മയുടെ കണ്ണ് കലങ്ങിയ ഇതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയാൽ ഞാൻ വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ആ അമ്മയോട് വന്ന് പറഞ്ഞു, ഈ സ്കോളർഷിപ്പിന്റെ പൈസ അമ്മ ചോദിക്കരുത്, എനിക്കൊരു ആവശ്യമുണ്ട്, ഞാനത് ചെയ്യുന്നു. കാരണം സ്വർണ്ണ മെഡൽ വരെ ഞാൻ പണയം വെക്കാതെ വെച്ചായിരുന്നു, ബാക്കിയെല്ലാം വെച്ചെങ്കിലും അത് ഞാൻ പണം വെച്ചിട്ടില്ലായിരുന്നില്ല. അപ്പൊ ഈ സ്കോളർഷിപ്പിന്റെ 5000 രൂപ കിട്ടിയിട്ട് റേഷൻ കാർഡും എടുത്ത് ഞാൻ നേരെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസി പോയി കാര്യങ്ങൾ പറഞ്ഞ് അമ്മയുടെ മുനിസിപ്പൽ ഓഫീസിൽ പോയി. കാരണം അമ്മ ലീവ് എടുത്തിട്ടില്ലെന്ന്. അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരാളോട് പറഞ്ഞ് ഞാൻ അമ്മേനെ ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന കാര്യം അവരോട് പറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അമ്മേനെയും കൂട്ടി ഇന്ത്യൻ ഗ്യാസ് ഏജൻസി തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട് ഗ്യാസ് ബുക്ക് ചെയ്തു. അത് വലിയൊരു എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയാ, അമ്മേന്റെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ എനിക്ക് അമ്മക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു അത്. എത്ര ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്തു? 2 എണ്ണം. ഒരെണ്ണം തീർന്നാൽ മറ്റേത് വേണല്ലോ എന്നുള്ള. അവരെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഒരെണ്ണം പോരാടാ, വേണ്ടല്ലോ, കാരണം പൈസന്റെ കുറച്ച് മിച്ചം വെക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു അപേക്ഷ ഏതെങ്കിലും കൊടുത്തിടാ. അവര് പറഞ്ഞു അപേക്ഷ ഏതെങ്കിലും കൊടുത്തിട്ടോ, പിന്നാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് 2ാമത്തെ ഗ്യാസ് കുറ്റിയും കൂടി കിട്ടി. അത് വലിയൊരു മൊമെന്റ് ആണ്, ഇന്നും ഓർക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ് ശരിക്കും. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ് സർ, പോവാം. നമുക്ക് 30,000 രൂപയുടെ ചോദ്യം. 30,000 മോണിറ്റർ. അപ്പൊ അങ്ങോട്ടൊരു സ്റ്റില്ല് കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോളൂ. ഏത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരംഭിച്ച സിനിമാ നിർമ്മാണ കമ്പനിയുടെ ലോഗോയാണ്? ഓപ്ഷൻ എ സുരേഷ് റൈന, ഓപ്ഷൻ ബി മഹേന്ദ്ര സിംഗ് ധോണി, ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ ഡി സൗരവ് ഗാംഗുലി, ഓപ്ഷൻ ഇ യുവരാജ് സിംഗ്. മഹേന്ദ്ര സിംഗ് ധോണി. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം സർ. മൂന്നാമത്തെ ചോദ്യത്തിന് പുറത്തായാൽ വാലും ചുരുട്ടി തലശ്ശേരിക്ക് പോകും. എന്താ അല്ലേ? ഓക്കെ, അപ്പൊ 30,000 രൂപയുടെ ചോദ്യം. ഓപ്ഷൻ ബി മഹേന്ദ്ര സിംഗ് ധോണി. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് തലശ്ശേരിക്കാർക്ക് പറയാൻ പറ്റും. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി. അമ്മയെന്ന് പേടിച്ചു. ഈ സമയത്ത് മാത്രമാണ് ടെൻഷൻ അനുഭവിക്കുന്നത് സാറിന്റെ മുമ്പിൽ. ഓക്കെ, അപ്പൊ 30,000 രൂപ കയ്യിലായി. അപ്പൊ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ ജീവിതം എങ്ങോട്ടായിരുന്നു? ആ പത്രവാർത്ത ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഉണ്ടല്ലോ സർ. പത്രത്തിൽ വന്ന വാർത്ത മന്ത്രി വായിച്ചോ? വായിച്ചതല്ല, ഞങ്ങൾക്ക് അന്നൊരു അനുമോദന യോഗം ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നത്. അനുമോദന യോഗത്തിന്റെ സമയത്ത് വന്ന സമയത്ത് ഈ പത്രവാർത്തയും നാട്ടിലുള്ള ഒരാൾ പറഞ്ഞ പ്രകാരം ഒരു കത്തും നിവേദനമായിട്ട് സാറിന് കൊടുത്തു. അത് വിത്തിൻ ഡേയ്സ് തന്നെ സ്പെഷ്യൽ ഓർഡർ ആയിട്ട് ഗവൺമെന്റ് സ്പെഷ്യൽ ഓർഡർ ആയിട്ട് വന്നു. അന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് വയസ്സ് കണക്കൂട്ടുമ്പോൾ തെറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ ജോലി കൊടുക്കാൻ പറ്റാതിരുന്നത്. ജോലിക്ക് അർഹതയുണ്ട് നമുക്ക്, പക്ഷെ അന്നത്തെ സീനിയോറിറ്റി കൊടുക്കാം, നഷ്ടപരിഹാരം അതായത് നഷ്ടമായ തുകയുടെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ സീനിയോറിറ്റിയോട് കൂടെ നമുക്ക് ജോലി കിട്ടി, സ്ഥിരമായി. അത് വലിയ സംഭവമാണല്ലോ. ലേറ്റ് ആയിപ്പോ കൺഗ്രാജുലേഷൻ. കാരണം ഇപ്പൊ ഞാൻ കൺഗ്രാജുലേഷൻ പറയുമ്പോഴേ അമ്മ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയി. നേരത്തെ ആയിരുന്നെ കുറച്ചുകൂടി വില ഉണ്ടായിരുന്നേ അല്ലേ? ഓക്കെ, എന്നാലും അത് കൊടിയേരി സഖാവ് ചെയ്തു അല്ലേ? ഓക്കെ, വലിയ കാര്യമാണ്. കാര്യം ഗവൺമെന്റ് പറ്റിയൊരു പിഴവ് തിരുത്തി. ഓക്കെ, അപ്പൊ പിന്നെ താങ്കൾ ഈ ബസ് കഴുകുന്ന ഒരു ജോലി അന്വേഷിച്ചു പോയി. എന്തിനായിരുന്നു? കാരണം അമ്മയുടെ ജോലി ഏതാണ്ട് ജോലിയുടെ സ്വഭാവം മാറാൻ പോകുന്നു. അമ്മയ്ക്ക് സ്വന്തമായിട്ട് കസേര കിട്ടാൻ പോകുന്നു, മേശപ്പുറത്ത് കുറച്ച് ഫയലുകൾ വരാൻ പോകുന്നു. ചെറിയ കാര്യമാണത്. എന്നാലും ലോണുകൾ ഉണ്ടല്ലോ. എനിക്ക് ബസ്സിന് പോകാനുള്ള പൈസ ബസ് കഴുകാൻ. അത് ശരിക്കും പറഞ്ഞാൽ പേപ്പറിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, തലശ്ശേരി KSRTC ഡിപ്പോയിൽ ബസ് കഴുകാൻ ആളെ വേണം, 15 രൂപ കിട്ടും ഒരു ബസ് കഴുകില്ല. ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റും അങ്ങനെയായിരുന്നു.
അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ്സിന്റെ പൈസയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങ് ചെലവ്. കാരണം പ്ലസ് വണ്ണിലേക്ക് പോവാണ്. ഒരു ബസ്സിന് 15 രൂപ, എക്സ്പ്രസ് അങ്ങനെ എന്തോ. എത്ര വണ്ടി കിട്ടും അവിടെ അങ്ങനെ കഴിയാൻ? അതിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. പക്ഷെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എ പ്ലസ് കാണിച്ചിട്ട് ഒരു ജോലി നഷ്ടപ്പെട്ടത് ആ ജോലിയാണ് എനിക്ക്. കാരണം അവിടെ പോകുമ്പോൾ ID കാർഡുമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഫുൾ എ പ്ലസിന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആയിട്ടാണ് പോകുന്നത്. കോപ്പി ആയിട്ട് പോയി അവിടെ കാണിച്ചു പറഞ്ഞു, ഫുൾ എ പ്ലസ് കിട്ടിയ നീ ബസ് എഴുതാൻ വരണ്ടാനല്ല, നീ പഠിക്ക് എന്നിട്ട് മതി എന്നുള്ളത്. ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നെ അങ്ങ് വിട്ടു. നീ കഴിയെ വൃത്തിയാക്കണ്ട. അത്ര മതി ജീവിതം. അതൊരു ഭാര്യയായി. അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷെ അവിടെ ആയേനെ ഞാൻ. പക്ഷെ അവിടെ കഴിയാനെ. പക്ഷെ എന്നിട്ട് തിരിച്ചു വന്നു. പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുത്തു. സെന്റ് ജോസഫ് തന്നെ ബയോളജി സയൻസിന് കിട്ടി. പിന്നെ അതും പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരാൻ കാരണം എനിക്ക് വെറ്ററിനറി സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ ജോലി മാറി വരുന്നു. പ്ലസ് വണ്ണിൽ 10ാം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോഴാണ് അമ്മയുടെ ജോലി കിട്ടുന്നത്. അപ്പൊ അമ്മയുടെ ജോലി മാറിയെങ്കിലും ഈ ലോണുകൾ അടക്കണം, എന്തായാലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. നമ്മളോട് ചോദിച്ച ആൾക്കാർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതിയായി. പട്ടിണി അന്നും ഉണ്ട് സർ. പട്ടിണി അന്നൊന്നും ഈ 10ാം ക്ലാസ് വരെ ആയിട്ടും പ്ലസ് വൺ സമയത്തും പട്ടിണിയൊന്നും അത് കൃത്യമായ വരുമാനം ഉണ്ടല്ലോ. ആ വരുമാനം മുഴുവൻ ഇങ്ങനെ കടങ്ങളിലേക്ക് പോകും. പ്ലസ് വണ്ണിൽ പഠിക്കാൻ കയറുന്ന സമയത്ത് ഈ വെറ്ററിനറി സയൻസിനോട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോകാൻ വേണ്ടി നമ്മുടെ രവിമാഷ് ഉണ്ട്, അവിടുത്തെ എക്സൽ കോളേജ് എന്ന് പറയുന്നത്. സാർ എൻട്രൻസിന്റെ കോച്ചിങ് തരാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്ലസ് വണ്ണിൽ ചേരാൻ തന്നെ നിന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ പണിക്ക് പോകുമായിരുന്നു. പക്ഷെ പ്ലസ് വണ്ണിലേക്ക് കയറി പ്ലസ് 1 പ്ലസ് 2 നല്ല രീതിയിൽ പഠിച്ചു. എഞ്ചിനീയറിംഗ് ഡിസ്ക്വാളിഫൈ ആയി. എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ലായിരുന്നു. എന്തോ പോയി കറക്കി കുത്തി എഴുതിയ എക്സാം ആയിരുന്നു അത്. പക്ഷെ എനിക്ക് മെഡിസിൻ ഓൾ ഇന്ത്യ പ്രീ വെറ്ററിനറി സയൻസ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. കേരള എൻട്രൻസ് ഒന്നും കിട്ടിയില്ല, ഇതിന് കിട്ടി. ആ കിട്ടുന്നതൊക്കെ തന്നെ പ്ലസ് 1 സമയത്ത് ഞാൻ പൂക്കോട് വെറ്ററിനറി കോളേജിൽ പോയിട്ട് പ്രിൻസിപ്പളൊക്കെ കണ്ട് സംസാരിച്ചായിരുന്നു. എങ്ങനെയാണ് ഒറ്റക്കാണ് പോകുന്നത്, അതൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള എക്സാം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ എഴുതി കിട്ടിയത് ഡെറാഡൂണിലായി പോയി. ആ ഡെറാഡൂണിൽ കിട്ടിയ സമയത്ത് ഈ വീട്ടിൽ അമ്മേനെയും അമ്മമ്മേനെയും അനിയത്തിനും ഒറ്റക്കാക്കിയിട്ട് പോകാനുള്ളൊരു മാനസിക സാഹചര്യം എനിക്കന്ന് വന്നില്ല. കാരണം വീട് ഇനിയും മാറിയിട്ടില്ല. ഈ കടങ്ങൾ തീർത്തോണ്ടിരിക്കുകയാണ്. കടങ്ങൾ തീർത്തോണ്ടിരിക്കുന്ന മാത്രമല്ല, ഈ ആധാരം ബാങ്കിലായതുകൊണ്ട് അമ്മമ്മക്ക് അതിൻ്റെ ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം അമ്മമ്മയുടെ പേരിൽ ആധാരം, ആകെയുള്ളത് അമ്മമ്മയുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അതാണ്. ഈ ആധാരം തിരിച്ചെടുക്കണം. 1999 വെച്ച ആധാരമാണ്. ഞാൻ 2007 SLC കഴിയുന്ന സമയത്ത് അമ്മക്ക് ജോലി കിട്ടിയപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്തായാലും സാലറി സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വെച്ചൊരു ലോൺ കിട്ടും. അപ്പോൾ ആ ലോൺ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വേറൊരാൾ സഹായിച്ചിട്ട് ഈ ആധാരം തിരിച്ചെടുത്തു ആദ്യം. എന്നിട്ട് വിത്തിൻ 1 മന്ത് അമ്മ സാലറി സർട്ടിഫിക്കറ്റ് ലോൺ എടുത്ത്, വേറെ ലോൺ എടുത്ത്, PSC ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇയാൾക്ക് പൈസ തിരിച്ചു കൊടുത്തു. ആധാരം അമ്മയുടെ കയ്യിൽ സേഫായി. ആ ലോണുകൾ ഇനി അടക്കാൻ തുടങ്ങി. ആ ലോണുകൾ അടക്കും, വേറെ ലോണുകൾ തീർക്കാൻ വേണ്ടി വേറെ ലോണുകൾ എടുക്കും. അങ്ങനെ മാക്സിമം ലിമിറ്റിൽ അമ്മ ലോൺ എടുത്ത് അടുത്ത ലോൺ തീർക്കും. വേറെ ലോൺ എടുത്ത് അല്ലെങ്കിൽ കൈക്കാടുള്ള ആൾക്കാർ ചോദിക്കുമ്പോഴേക്കും അടുത്ത ലോൺ തീർക്കുക. അപ്പോൾ ഈ ജപ്തി വരുന്ന സമയത്തായാലും പോലും അമ്മ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്തിയുടെ നടപടി വരുമ്പോൾ ഒരു ലോൺ ശരിക്കും കേരളത്തിലെ ധനകാര്യമന്ത്രിയാക്കണം. ജപ്തി നടപടി വരുമ്പോഴേക്കും വേറെ ലോൺ എടുക്കുക. കാരണം ആ ജപ്തി നടപടി ഒന്ന് സെറ്റ് ആക്കണല്ലോ. അതിന് ആ ലോണിന്റെ കത്ത് വരുമ്പോൾ വേറെ ലോൺ എടുത്തിട്ട് ആ കത്ത് തീർക്കും, ഇത് തീർക്കും. അങ്ങനെ കുറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ജീവിച്ചു പോയിരുന്നത്. പിന്നെ പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞു. അതിന് വെറ്ററിനറി സയൻസിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ എൻട്രൻസ് എഴുതി, മീൻസ് എഞ്ചിനീയറിംഗിന് പോകണം എന്നുള്ള ലാസ്റ്റ് ആ നിലയിലെത്തി. കാരണം എഞ്ചിനീയറിംഗിന് അന്ന് പോയി 5 ശമ്പളം കിട്ടും, എഞ്ചിനീയർ ജോബ് കിട്ടും. അങ്ങനെ പോകുന്നതിന് തമിഴ്നാട്ടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ ഡൊണേഷൻ കൊടുക്കേണ്ടി വരാം, നല്ല ഫീസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ലോൺ കിട്ടുവാണെങ്കിൽ, അതും ലോൺ തന്നെ, എഡ്യൂക്കേഷൻ ലോൺ കിട്ടുവാണെങ്കിൽ ഞാൻ പോകും, അല്ലാണ്ട് അമ്മ വേറെ ലോൺ എടുത്തിട്ടും പൈസ പഠിപ്പിച്ചിട്ട് ഞാൻ പോകാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി എഡ്യൂക്കേഷൻ ലോൺ അപേക്ഷിച്ചു. അപ്പം ഞാൻ ഈ പത്രവാർത്തയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കിട്ടണമല്ലോ, അല്ലെങ്കിൽ കാരണം പത്രവാർത്തയെങ്കിലും കണ്ടാൽ മനസ്സിൽ പോട്ടെ എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പക്ഷെ അന്നത്തെ മാനേജർ പറഞ്ഞു, ഞാൻ ലോൺ തരാം, 100 ആളാണ് ലോണിന്റെ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ പാസ്സാക്കുള്ളൂ, പക്ഷെ 100ാമത്തെ ആളും നിന്നെ ഉൾപ്പെടുത്തിയാലും നീ നന്നായിട്ട് പഠിക്കണം. കാരണം പ്ലസ് 1 ഈ പഠനമൊക്കെ ഭയങ്കര ബാക്കോട്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ വാങ്ങിയ A+ എനിക്ക് പ്ലസ് 1 വാങ്ങാൻ പറ്റില്ല. പ്ലസ് 1 എല്ലാത്തിനും A ഗ്രേഡ് വരെ എത്തിച്ചു. കാരണം ഈ ജപ്തി നടപടികൾ കാരണം അമ്മമ്മയും കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ ബാങ്കിൽ അത് നല്ലൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം SLCയിൽ ഫുൾ A+ കിട്ടി ഫസ്റ്റ് റാങ്കോട് കൂടിയ സെന്റ് ജോസഫ്സിൽ കയറുന്നത്. അന്ന് ഈ ആൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് നമ്മുടെ അവിടെ തന്നെ പഠിച്ചു എന്നുള്ളതും ആ നാട്ടിലുള്ളതും അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റമാണ്. ഫസ്റ്റ് മിഡ് ടേം എക്സാമിൽ തന്നെ എന്നോട് ജിഷ ടീച്ചർ പറഞ്ഞത്, എന്റെ ക്ലാസ് ടീച്ചർ ഉണ്ട് ജിഷ ടീച്ചർ പറഞ്ഞത്, നിന്നെ പ്രതീക്ഷ കസ്ഥാനാക്കിയല്ലോ സുസ്മിത എന്നായിരുന്നു. അതിലിടയ്ക്ക് പ്ലസ് 1 എക്സാം വന്നു. പ്ലസ് 1 എക്സാം വന്നപ്പോൾ ഫിസിക്സിൽ ഞാൻ തോറ്റു എന്ന് വെച്ചാൽ തോൽപ്പിച്ചു എന്ന് പറയാം. എന്റെ ഡെന്നി സാറ്, ആ ഡെന്നി സാറായിട്ട് ഇപ്പോഴും പിതൃതുല്യമാരെ ബന്ധമുണ്ട്. അപ്പം അന്ന് തോൽപ്പിക്കാൻ കാരണം ജസ്റ്റ് പാസ് മാർക്ക് മാത്രം ഞാൻ വാങ്ങിയത്. അപ്പൊ എന്റെ ഹിസ്റ്ററി കാരണം ഇവര് വീട് നോക്കി വരും. അതായത് ഞങ്ങളുടെ 2 അധ്യാപകർ, ജോസഫ് സാറും ഡെന്നി സാറൊക്കെ, അവരെല്ലാ കുട്ടികളും വീട്ടിൽ കയറും. വീട്ടിലെ അവസ്ഥ അറിയാനും അവൻ എങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കയറും. അപ്പൊ എന്റെ അവസ്ഥ നന്നായിട്ട് അറിയാം. ആ സമയത്ത് നീ ഇത് മാത്രം വാങ്ങിയാൽ പോരാ, കുറച്ച് പഠിക്കണം, 10ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചില്ല വെച്ചിട്ട് ഒരു മാർക്ക് കുറച്ചിട്ട് എന്നെ തോപ്പിച്ചു. റീടെസ്റ്റ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അന്ന് പബ്ലിക് എക്സാം ആയിരുന്നില്ല, റീടെസ്റ്റ് എഴുതി. പക്ഷേ റീടെസ്റ്റ് എഴുതി ഞാൻ പാസ്സാക്കിയിട്ട് മാഷ കയ്യിൽ പേപ്പറും കൊടുത്തു, ഞാൻ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. ജീവിതത്തിൽ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇന്നും മാഷയെ പിതൃതുല്യനായിട്ട് ഞാൻ കാണുന്നുണ്ട്, എന്റെ കൂടെ ഉണ്ട് സാർ. അതെ അതെ അതെ. അത് ഡൽഹി, ഞങ്ങളുടെ സമയത്ത് ഡൽഹി ടൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഡൽഹി ടൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇത്, അവിടെ തലശ്ശേരി ഒന്നും ആരും ഇത്രയും ദൂരെ ടൂർ പോയിട്ട് പോലില്ല, സ്കൂളിലും പോയിട്ടില്ല. അപ്പോൾ ഡൽഹി ടൂർ പോകാൻ വേണ്ടിയുള്ള പണത്തിന് ഇവിടെ അമ്മയോട് ചോദിക്കാനും മടി, എന്താ പറയേണ്ടതെന്നുള്ള. അപ്പം മാഷ് പറഞ്ഞു, നീ വന്നോന്ന് പറഞ്ഞു. ആര് പൈസ കൊടുത്തെന്ന് എനിക്കറിയില്ല.
എന്നോട് സാറ് കൂട്ടിക്കൊണ്ടുപോയി, ടൂറിന് കൂട്ടിക്കൊണ്ടുപോയി. അത് വലിയൊരു ടൂറിനുള്ള പൈസ മാഷ് തന്നെ കൊടുത്തു കാണും. മാഷ് തന്നെ കൊടുത്തു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യം, 40,000. സൂക്ഷിച്ചോണം, അമ്മയെ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്തും സംഭവിക്കാം ഇനിയിപ്പോ. 40,000 മോണിൽ. ഇനി പറയുന്നതിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? ഓപ്ഷൻ എ ഉദയ്പൂർ, ഓപ്ഷൻ ബി ജോധ്പൂർ, ഓപ്ഷൻ സി ജയ്പൂർ, ഓപ്ഷൻ ഡി ജയ്സാൽമീർ, ഓപ്ഷൻ ഇ കോട്ട. ഓപ്ഷൻ എ ഉദയ്പൂർ. ഉറപ്പാണോ? കൂട്ടാമോ? കൂട്ടാം. എടുത്തിയാടി അങ്ങ് പറഞ്ഞാണ്. അല്ല, ഞാൻ രാജസ്ഥാനിൽ പോയിട്ടുണ്ട്. രാജസ്ഥാനിൽ പോയിട്ടുണ്ട്. അതെ. ഓക്കെ, അപ്പൊ ഞാൻ പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ എ പൂട്ടി. വേറെ സ്ഥലങ്ങളിൽ താങ്കൾ പോയിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി അതിലൂടെ. ഇല്ല, ഞാൻ ജയ്പൂരിലും ജയ്സാൽമീറും പോയിട്ടുണ്ട്. കോട്ട പോയിട്ടില്ല. കോട്ട പോയിട്ടില്ലല്ലോ? ഇല്ലില്ല. കോട്ട പോകാത്തതിന്റെ അപകടമാണ് ഇപ്പോൾ സംഭവിച്ചത്. പക്ഷെ ഞാൻ എനിക്കൊരു ശീലമുണ്ട് സർ. ഞാനൊരു സ്ഥലങ്ങളിൽ പോയി ഞാൻ സ്ഥലത്തിനെ പറ്റി കുറച്ചെങ്കിലും അറിയാൻ ശ്രമിക്കും, അത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. ഉദയപൂരിനെ കുറിച്ച് താങ്കൾ എന്താ മനസ്സിലാക്കിയത്? ലേക്കിന്റെ കാരണം അവിടെ പോയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ലേക്കും കണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉദയപൂരിൽ മാൻമെയ്ഡ് ലേക്കാണ് കൂടുതലുള്ളത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ തടാകങ്ങളുടെ നഗരം ഉദയപൂർ വിട്ടുപോകാൻ സാധ്യതയില്ലെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? താങ്കൾ വിശ്വസിച്ച് താങ്കളെ ആപത്തിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. ഉദയപൂരാണ് ശരി ഉത്തരം. 40,000 രൂപ ഇപ്പോൾ അക്കൗണ്ടിലെത്തി. ഓക്കെ, പറയൂ കുട്ടേട്ടാ. സുസ്മിത്, താങ്കൾ എവിടെയെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് പർച്ചേസിന് പോകുമ്പോൾ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വേണ്ടി താങ്കൾക്ക് ഒരു സൂത്രപ്പണി അറിയാം എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി. അത് കൊള്ളാമല്ലോ. ആ സൂത്രപ്പണി പ്രേക്ഷകർക്കും താല്പര്യമായിരിക്കും. കാര്യം പർച്ചേസ് ചെയ്യുന്നവരാണല്ലോ നമ്മുടെ നാട്ടിൽ കൂടുതൽ. കാര്യം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, എപ്പോഴും സാധനം വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. വില കുറയ്ക്കാനുള്ള സൂത്രപ്പണി എന്താണ്? നമ്മുടെ നാട്ടിൽ നടക്കും തോന്നില്ല. ഇവിടെ നടക്കുന്നില്ല. അത് എവിടെയാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ടേ ഉള്ള ഒരു ശീലമുണ്ട്. എനിക്ക് ഏത് കടയിൽ കയറിയാലും ആ കടയിൽ ചിലപ്പോൾ സാധനം വാങ്ങിന്ന് വരില്ല. പല കടകളിൽ ചോദിച്ചിട്ട് വില കുറഞ്ഞ കടകളിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാം. ഷോപ്പിംഗ് ആയാലും പണ്ടേ ഉള്ള ഒരു ശീലമാണ്. എത്രയും വില കുറഞ്ഞ് കിട്ടും. ഒരുപാട് സമയം വേണ്ടി വരുമല്ലോ സാധനം പർച്ചേസ് ചെയ്യാൻ. അത് ഞാൻ താറാമോട്ട വാങ്ങിക്കാൻ പുറത്തിറങ്ങി കഴിഞ്ഞാലേ താറാമോട്ട തിരക്കി ഊപ്പാട് വരുമല്ലോ ജഗതി പറയുന്നത്. ഒരു പറഞ്ഞ എനിക്കത് ലാഭമാണ്. അതുകൊണ്ട് എന്നിട്ട് അപ്പം ഡൽഹിയിൽ വൈഫിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നേഴ്സായിരുന്നല്ലോ. അപ്പൊ നേഴ്സ് ആയതുകൊണ്ട് പോകാൻ വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ പോയി. ഞങ്ങൾ ഡൽഹി പോയി. ഇവള് ഇന്റർവ്യൂവിൽ കയറി. പിന്നെ ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്ലൗവോ അല്ലെങ്കിൽ സോക്സ് പോലത്തെ സാധനം വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പേര് കേട്ടെടുത്തോളൂ. അതായത് ഞാൻ പണ്ട് ഡൽഹി പോയിരുന്ന സമയത്തും അവിടെ പോയപ്പം ബാർഗെയിൻ ചെയ്തിട്ട് ആൾക്കാർ വാങ്ങുന്നതാണ്. എനിക്ക് ഹിന്ദി അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ സംസാരിക്കാൻ അറിയത്തില്ല. പോയി അവരെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബാർഗെയിൻ ചെയ്ത് എടുക്കണം എന്നറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഊമയായിട്ടങ്ങ് അഭിനയിച്ചു. അതെ, എനിക്ക് വർത്തമാനം പറയാൻ കഴിയില്ല എന്ന് അഭിനയിച്ചു. അപ്പൊ 50 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് അവർ വിൽക്കുന്നത് എനിക്ക് 25 രൂപയ്ക്ക് കിട്ടി. ഊമയായപ്പോ. കാരണം അതിന്റെ അതൊന്നും സംസാരിക്കില്ല, ഇങ്ങനെ പറയും, സാധനങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാനിപ്പോ ചോദിക്കാം, 100 രൂപയാണ് ഇനി വില, 100 രൂപ. അപ്പൊ എങ്ങനെയായിരിക്കും റെസ്പോൺസ്? ആ കാര്യം പറ്റാൻ എടുക്കല്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പൈസ മൊബൈലിൽ കാണിക്കുമല്ലോ, ടൈപ്പ് ചെയ്ത് കാണിക്കും. അവര് 100 രൂപ പോലും പറഞ്ഞില്ല. ഈ കാര്യം ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ തന്നെ അവര് എനിക്ക് കാണിച്ചു 25 രൂപ എടുത്തോന്നുള്ളത്. അതെ, ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഫസ്റ്റിൽ ഊമയാകാൻ ശ്രമിക്കുക അല്ലേ? അപ്പൊ എന്തായാലും ഈ ഊമയുടെ സൂത്രപ്പണി കുറച്ച് പ്രേക്ഷകർ ഇനി എനിക്ക് വന്നറിയാം. ആരെങ്കിലും ഒറിജിനൽ ഊമ ചെന്നാലും ഈ കടക്കാര് പറയും വേല കയ്യിൽ ഇരിക്കട്ടടാ, അത് 1 കോടി കേട്ടതല്ലേന്ന് ചിലപ്പോൾ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? വീട്ടിലെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കൊടുക്കാനും ഒക്കെ അമ്മയുടെ ജോലി ഇങ്ങനെ പോകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. എഡ്യൂക്കേഷൻ ലോൺ വെച്ചിട്ടുണ്ട്. കാരണം മെസ് ഫീസ് അടക്കം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയായിരുന്നു. അപ്പൊ മെസ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ബില്ല് കാണിച്ച് അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് തിരിച്ചു തരുന്ന എമൗണ്ട് ആണ്. അപ്പൊ മെസ് ഫീസ് നമ്മൾ കഴിച്ചാലും കുറച്ച് പൈസയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും, കയ്യിൽ ഒതുക്കാൻ കിട്ടും. പക്ഷെ അന്ന് എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിന് പോയ സമയത്ത് അവിടെ എനിക്ക് ഡൊണേഷൻ ഒന്നും വേണ്ടി വന്നില്ല. മാർക്ക് ഉണ്ട് എന്നുള്ളതും പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് ജോലി കിട്ടുന്നത്. സോറി, ഈ ബിടെക് കയറുന്നത്. ബിടെക് ചേർന്ന് കഴിഞ്ഞാൽ ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ക്യാഷ് കൗണ്ടർ പോയി ചോദിച്ചു, ഈ അടച്ച പൈസ തിരിച്ചു കിട്ടുമെന്ന്. ഉച്ചക്ക് വരാൻ പറഞ്ഞു 10,000 രൂപ എനിക്ക് കിട്ടി. അന്ന് എനിക്ക് മാത്രം പൈസ തിരിച്ചിട്ടത്. എന്ത് സംഭവിച്ചത് എനിക്കും അറിയില്ല, പക്ഷെ എനിക്ക് ആ എമൗണ്ടും കൂടി തിരിച്ചിട്ടു. അതായത് എനിക്ക് വെറും 500 രൂപ ഹോസ്റ്റലിന്റെ ഫോം എഴുതുന്ന ഒരു പൈസ മാത്രമേ എഞ്ചിനീയറിംഗിന് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എഡ്യൂക്കേഷൻ ലോൺ ആയിരുന്നു. അവിടെ പോയി ബിടെക് പഠിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ, അതായത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങരുതെന്ന് എനിക്കൊരു അഭിമാന പ്രശ്നം അതും കൂടി ഉണ്ടാവാം ചിലപ്പം. കുട്ടികളൊക്കെ അവർ കുറച്ച് നല്ല ഹൈ ക്ലാസ് ഒക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പുറത്തു പോകുമ്പോഴും ഞാൻ പുറത്തു പോയില്ല, കാരണം ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല.
പിന്നെ ഒരു ശീലം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഞാനൊരു ബിസിനസ്, ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമല്ല. അതായത് ഞങ്ങൾക്ക് നാട്ടില് ഞാനീ പറഞ്ഞല്ലോ പല കടകളെ കുറിച്ച് എനിക്കറിയാം, എവിടെ പൈസ കുറഞ്ഞു കിട്ടും, എന്ത് സാധനം കിട്ടും എന്നൊക്കെ. അപ്പൊ ഹോൾസെയിൽ കടകളിൽ സാധനം കിട്ടും. ഒന്നാമത് നമ്മൾ ബോയ്സ് ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു സംഭവം മടിയന്മാരായിരിക്കും നമ്മളെല്ലാവരും. ഈ സാധനങ്ങളൊക്കെ എക്സാം അടുക്കുമ്പോഴാണ് ഈ സ്കെയില്, പെൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുക, അസൈൻമെന്റ് ആണെങ്കിൽ പോലും. പിന്നെ ഞങ്ങളുടെ കോളേജ് AMS എഞ്ചിനീയറിംഗ് കോളേജ് കുറച്ച് ഉള്ളോട്ടുള്ള കോളേജാണ്. അവിടുന്ന് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. ഞാൻ കടയിൽ പോയിട്ട് A4 ഷീറ്റ് വാങ്ങും, ഒരു ബണ്ടിൽ 500 A4 ഷീറ്റ്, ഒരു 150 രൂപക്ക് കിട്ടും. ഇതും കൊണ്ടാ പോവാ ലീവിന് വരുമ്പോ. പോയി കഴിഞ്ഞാൽ അവിടെ 50 പൈസക്ക് ഇത് വെക്കും. 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം 250 രൂപ എന്റെ കയ്യിലുണ്ടാവും. 500 ഷീറ്റ് വിട്ട് കഴിഞ്ഞാൽ, കാരണം പിള്ളേർ വന്ന് എന്തായാലും വാങ്ങും. അപ്പൊ ഞാൻ ഭയങ്കര സെൽഫിഷ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ അതല്ല, ആ സമയത്ത് നല്ല ഇല്ല. ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കില്ല. എന്റെ കയ്യിൽ വെക്കുന്ന സാധനങ്ങൾ ഇപ്പൊ സ്കെയിലാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ആർക്കും കൊടുത്തു വരില്ല. ഒരു ദിവസം ഒരു പാരസെറ്റമോൾ ഗുളികയ്ക്ക് വേണ്ടി വന്നിട്ട് 1 രൂപ വേണമെന്ന് പറഞ്ഞവനാ ഞാൻ. അതെ, ആ സമയത്ത്, അതായത് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്. അതൊക്കെ പിള്ളേർ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകാറില്ല. എഞ്ചിനീയറിംഗ് ഹോസ്റ്റൽ ലൈഫ് തന്നെയായിരുന്നു മാക്സിമം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് താമസിക്കുന്ന സമയത്ത് ഹോസ്റ്റൽ ലൈഫ് തന്നെയായിരുന്നു. കോളേജ് പഠിക്കുന്ന സമയത്ത് ആരെയും പ്രേമിക്കാനൊന്നും കിട്ടിയില്ല? അത് പ്രണയിക്കാനൊക്കെ ആൾക്കാർ കിട്ടുമായിരുന്നു. ഒന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അതിൽ കുറച്ച് ഗേൾസ് കുറവാണ്. ഗേൾസ് കുറവാണ്. അപ്പോ പ്രേമിക്കുന്ന സമയത്ത് അവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, പ്രേമിക്കാൻ ചെലവ് വേണം. നല്ല ചെലവുള്ള കാര്യമാണ്. പുറത്ത് പഠിക്കുന്നത് കോസ്റ്റ്ലിയാണ്. കാരണം വെച്ചാൽ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവരെയും കൂട്ടി പോകണം, ടിക്കറ്റ് അവർക്ക് എടുത്ത് കൊടുക്കേണ്ടി വരാം, അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരാം, പക്ഷെ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പ്രേമിക്കാൻ തോന്നിയില്ല, കാരണം ഈ പ്രേമം ഒഴിവാക്കി. അതെ, ഈ സാധാരണക്കാരനെ പ്രേമിച്ചു പോകാൻ പറ്റത്തില്ല അവിടെ. ഇല്ല, അവിടെ വലിയ പാടാ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത. അതുകൊണ്ട് താങ്കളുടെ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു. അത് ചരിത്രമാണ് തെളിയിക്കേണ്ടത് അല്ലേ? ആര് രക്ഷപ്പെട്ടു അത് കറക്റ്റ് അമ്മയ്ക്കറിയാം, അമ്മ പറയത്തില്ല. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മളിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 50,000 ലെവൽ 2. മോണിറ്റർ. ചോദ്യം ഇതാണ്, 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000 ആണ്, മറന്നു പോകരുത്. 1,00,000 രൂപ ഒന്നിച്ച് കൈ കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കിട്ടിയിട്ടുണ്ട്. എന്ന് കിട്ടി? അടുത്ത സമയത്ത് കിട്ടിയല്ലേ? ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, കുമാരദാസൻ രചിച്ച ജാനകീകരണം മഹാകാവ്യം ഇനി പറയുന്നതിൽ ഏത് ഇന്ത്യൻ ഇതിഹാസത്തിന്റെ പുനരാഖ്യാനമാണ്? ഓപ്ഷൻ എ ഋഗ്വേദം, ഓപ്ഷൻ ബി മഹാഭാരതം, ഓപ്ഷൻ സി രാമായണം, ഓപ്ഷൻ ഡി യജുർവേദം, ഓപ്ഷൻ ഇ ശാകുന്തളം. ജാനകീകരണം എന്ന് പറയുമ്പോ രാമായണം ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജാനകി സീത, ആ സാധ്യതകൾ മനസ്സിൽ കാണുന്നുണ്ട്, സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ കാര്യത്തിനെ പറ്റി എനിക്ക് അറിയത്തില്ല. ജാനകീകരണം മഹാകാവ്യം എന്ന് പറയുമ്പോ രാമായണത്തിലാണല്ലോ സീത ഉള്ളത് പറഞ്ഞിരിക്കുന്നതിൽ. രാമായണം പൂട്ടാമോ? രാമായണം പൂട്ടാം. ഓപ്ഷൻ സി പൂട്ടി. വിജയിച്ചാൽ നിലവാരം പറയാം, അമ്മ കേട്ടോളൂ, വില നിലവാരം പറയാം. വിജയിച്ചാൽ 1,00,000 രൂപ, തോറ്റാൽ തൊപ്പിയിട്ടാൽ തൊപ്പിക്ക് മാർക്കറ്റ് ആവും 4,000 രൂപ കിട്ടും. ഒരു ഗസ്സാണ്. ഇതൊരു ഗസ്സാണ്. പക്ഷേ സാധാരണ കച്ചവടത്തിൽ വിശ്വസിക്കുന്ന ആളാണോ താങ്കൾ? കൊച്ചൊരു ബിസിനസ്സുകാരനാണല്ലോ. A4 ഷീറ്റ് വാങ്ങിച്ച് പിള്ളേരെ മൊത്തം പറ്റിച്ചില്ല. ഓക്കെ, അപ്പൊ കച്ചവടത്തിൽ വിജയം നേടിയ ആളാണോ? സ്പെക്കുലേഷൻ ഇല്ല. അപ്പൊ ഓപ്ഷൻ സി രാമായണം. ഊഹിച്ചത് അബദ്ധമായി പോയോ? ഓക്കെ, ഓപ്ഷൻ സി രാമായണം. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കാൻ വരട്ടെ. ഉത്തരം ശരിയാണ്. ഓക്കെ, 1,00,000 രൂപ. ടെൻഷൻ ഒഴിഞ്ഞു, റിലാക്സ്ഡ് ആയില്ലേ? 1,00,000 രൂപ കൈ കിട്ടി. ഓക്കെ, ഇപ്പൊ ഈ ഇടയ്ക്ക് 1,00,000 രൂപ എവിടുന്നാ കിട്ടിയത്? സാലറിന്ന് കിട്ടിയ അല്ലേ? ഓക്കെ, അത് വലിയ സന്തോഷമായി. ഇപ്പൊ എവിടെയാ ഇപ്പൊ എനിക്കൊന്ന് ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നിടത്താണോ? ഇപ്പം അസാപ്പ് കമ്പനിയായി സർ, പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അസാപ്പിൽ കയറിയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞ അമ്മയുടെ വിഷമങ്ങൾ അറിയുന്നത്. കാരണം ഞാൻ അതിലും മുന്നേ സൺ ടി വിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കൊച്ചിൻ മീൻസ് നമ്മുടെ കൊച്ചിയിൽ കോഴിക്കോട് ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലാറ്റിന്റെ വർക്കിന്, കോക്സ് വേ എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റിന്റെ വർക്കിന് വേണ്ടി കയറി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട്. അവിടുന്ന് ഇറങ്ങി കൊച്ചിൻ റിഫൈനറിലോട്ട് കയറി ഒരു 6 മാസം. അത് ആ സമയത്താണ് എനിക്ക് അസാപ്പിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതും കഴിഞ്ഞ 6 മന്ത് കൂടി കഴിഞ്ഞിട്ട് എനിക്ക് അസാപ്പ് കിട്ടുന്നതും. അപ്പൊ അസാപ്പ് കിട്ടിയ ശേഷം ഫസ്റ്റ് ഞങ്ങൾക്ക് സാലറി 25,000 റുപ്പീസ് ആയിരുന്നു ഫസ്റ്റ് കൈ കിട്ടുന്ന സാലറി, കൺസൾട്ടന്റ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടിയ സമയത്ത് എനിക്ക് വിദ്യാഭ്യാസം നടക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ കുറച്ച് പൈസ എന്തെങ്കിലും വെക്കും വേണം, കാരണം അമ്മേന്റെ കാര്യത്തിന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണല്ലോ. അന്നാണ് ഞാൻ അറിയുന്നത് അമ്മക്ക് ഇത്രയും കടം ഉണ്ടായിരുന്നുള്ള കാര്യം. എത്ര രൂപ കടം ഉണ്ടായിരുന്നു? അന്നൊരു 14 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. 14 ലക്ഷം കടമുണ്ട്.
പണ്ട് മുതൽ ഉണ്ടായിരുന്ന കഥകൾ. അതാണ് വലിയ അത്ഭുതം, അമ്മയുടെ കാര്യത്തിലുള്ള അത്ഭുതം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു ബാങ്കിൽ ഈ മാസം അടച്ചിട്ടുണ്ടാവില്ല, ബാങ്കിന്റെ സ്ലിപ്പ് വാങ്ങി. ഒരു ബാങ്കിൽ ഈ മാസം അടച്ചിട്ടുണ്ടാവില്ല, അടുത്ത മാസം അടച്ചിട്ടുണ്ടാവും. അവിടെ നോട്ടീസ് വരുമ്പോൾ ഒരു കടത്ത് അടക്കുന്നുണ്ടാവുക. അങ്ങനെ മുതലല്ല അടക്കുന്നത്, പലിശയാണ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കൂടി വന്നത് കടം. അപ്പൊ എനിക്ക് ഓൾറെഡി വിദ്യാഭ്യാസ ലോണ് ഒരു കട അവിടെ ഉണ്ട്. വിദ്യാഭ്യാസ ലോണ് 3,20,000 എടുത്ത് അടച്ചു തീർക്കുമ്പോഴത്തേക്ക് ഏകദേശം 7 അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പിന്നെ അടച്ചതെങ്കിൽ കൂടി. അത് നമ്മൾ വിചാരിക്കുന്നത് സാർ, എനിക്ക് അറിയില്ല എന്തുകൊണ്ടെന്നുള്ളത്. നന്നായിട്ട് കൂടി. അല്ലല്ല 14% ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ ലോണ് 13.5 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ തന്നെയാണ് സാർ. കാരണം അത്രയും ഞാൻ അടച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ എല്ലാത്തിനും കണക്ക് വെക്കുന്ന ഒരു വ്യക്തിയാണ്. ₹1 ചെലവാക്കിയാൽ പോലും അതിന് കണക്ക് എഴുതി വെക്കും. എഞ്ചിനീയറിംഗ് കോളേജിൽ പാലക്കാട് ജംഗ്ഷൻ കടക്കുമ്പോൾ തന്നെ അവിടെ വരെയുള്ള കണക്ക് എന്റെ കയ്യിലുണ്ടാവും. ട്രെയിൻ ടിക്കറ്റാലും. ഈ അമ്മയുടെ 14 ലക്ഷം രൂപ ലോൺ ഉണ്ട് എന്നറിഞ്ഞതിന് ശേഷം ഈ ബിസിനസ്സുകാരനായ സ്വാർത്ഥൻ മകൻ എന്ത് ചെയ്തു? അമ്മയുടെ ATM ആദ്യം വാങ്ങി. ATM അയ്യോ, അമ്മ എന്തിനാ കൊടുത്തത്? തീരെ ശരിയായില്ല. എങ്ങനെയായാലും അത് എന്താ അവൻ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഇങ്ങനെ അമ്മയുടെ ചെലവ് എന്ത് ചെയ്യും? ATM കാർഡ് മോന് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യം വരെ മോൻ കൊണ്ടുപോയി അവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങും പൈസ. ആണല്ലേ? പണ്ട് അമ്മയോട് ചോദിച്ച പോലെ അമ്മ എന്നോട് ചോദിക്കും. ആണല്ലേ? അപ്പൊ ഞാൻ കറക്റ്റ് അതിനുള്ള എന്റെ സാലറിയും ഈ കാര്യവും കൂടി ഒന്നിച്ച് നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ലോൺ ഞാൻ തന്നെ അടക്കാൻ നോക്കി. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു ലെവലിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി. അപ്പം ഒരുവിധം സ്റ്റേബിൾ ആണെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റി. അത് അന്ന് ATM ഞാൻ വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ അറിയില്ല. അമ്മ റിട്ടയർ ആകുമ്പോഴും അമ്മന്റെ ശമ്പളം നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു. അങ്ങനെ 14 ലക്ഷം കടം തീർത്തു. അത് ലാസ്റ്റ് തീർന്നു. വലിയ ചരിത്ര സംഭവമാണല്ലോ. അതാ 2020 ലാസ്റ്റ് അമ്മ റിട്ടയർ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ആ കടങ്ങൾ, അതായത് വിദ്യാഭ്യാസ ലോൺ ഒഴികെ ബാക്കി കാര്യങ്ങളൊക്കെ 2020 തീർത്തായിരുന്നു. അത് ഈ അധ്വാനത്തിൽ ഈ ജോലിയിൽ നിന്ന് അമ്മന്റെ ഇതിൽ നിന്ന് പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്തതിൽ നിന്നാണ് സാർ. കാരണം മാക്സിമം ലോൺ എടുക്കാൻ നോക്കി. കയ്യിലൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ശമ്പളം കിട്ടുവാണെങ്കിലും കയ്യിൽ ₹1 ബാക്കി ഉണ്ടാവില്ല. ഒരുവിധം ഒപ്പിച്ചു പോകും. അമ്മമ്മയുടെ പെൻഷൻ ഉണ്ട്, അതിൽ നിന്നും വീട്ടിന് ചെലവിനൊക്കെ ആയിട്ട് ഒപ്പിച്ചു പോകുന്ന ഒരവസ്ഥ. എന്നാലും എല്ലാം കൊണ്ടും മാനേജ് ചെയ്യാൻ പറ്റി. നല്ല ഫിനാൻസ് മാനേജർ ആണല്ലോ. അമ്മക്ക് എന്ത് തോന്നുന്നു? ഒരു ബഹുമാനം തോന്നിയോ മോനോട്? അമ്മ എന്റെ കാർഡ് വാങ്ങിച്ചവനാണ് എന്നായിരിക്കും അമ്മയുടെ മനസ്സിലല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 60,000 ATM കാർഡ് തിരിച്ചു കൊടുക്കണം കേട്ടോ. 60,000 rupees മോണിറ്റർ. കാര്യം ആൾക്കാർക്ക് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഇയാൾ എന്തൊരു മോൻ എന്ന് തോന്നരുത്. ഇപ്പൊ ATM കാർഡ് അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ട്. അമ്മയുടെ പെൻഷൻ അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ അമ്മയുടെ പെൻഷൻ എടുക്കാറില്ല. അമ്മ ഒരു ബിസിനസ് മാനാണ് ഇപ്പൊ. നന്നായി. ഓക്കെ. അപ്പോ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് മോണിറ്റർ. ഇപ്പോൾ മലയാള സിനിമയിൽ സംവിധായകനായ ഏത് വ്യക്തിയാണ് ഈ സിനിമയിൽ മോഹൻലാലിന്റെ ബാല്യം അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ആഷിഖ് അബു, ഓപ്ഷൻ ബി രൂപേഷ് പീതാംബരൻ, ഓപ്ഷൻ സി അൻവർ റഷീദ്, ഓപ്ഷൻ ഡി ദിലീഷ് പോത്തൻ, ഓപ്ഷൻ ഇ ലിജോ ജോസ് പെല്ലിശ്ശേരി. രൂപേഷ് പീതാംബരൻ ആകാൻ സാധ്യതയുണ്ടെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? കൂട്ടോ? കൂട്ടാം സർ. വില നിലവാരം പറഞ്ഞേക്കാം. കൂട്ടി വിജയിച്ചാൽ 60,000 രൂപ, തെറ്റിയാൽ 5,000 രൂപ. തലശ്ശേരി വരെ എത്താനുള്ള പൈസ കിട്ടും. ഒന്നിച്ച് 3 പേരെ വന്നുള്ളൂ അല്ലേ? ഒരാള് കൊച്ചിയിൽ ഇറങ്ങിക്കൂടുമല്ലോ അല്ലേ? മോനും കൂടെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, 5,000 രൂപ മുതലാവും. അപ്പൊ താങ്കൾ ഓൾ ദ ബെസ്റ്റ്, നന്നായി വരട്ടെ. ഇവിടെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. യാത്ര പറയേണ്ട ഒരു അരികിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓപ്ഷൻ ബി രൂപേഷ് പീതാംബരൻ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റുന്നു എന്ന് പറയാൻ കിട്ടുന്നില്ല. ഉത്തരം ശരിയാണ്. ഓക്കെ. അപ്പൊ 60,000 രൂപ തെറ്റിന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? പെട്ടെന്നൊരു പേടിയായിരുന്നു. അപ്പൊ 60,000 രൂപ കൈ കിട്ടും. സുസ്മിതിന്റെ അനിയത്തിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ കടക്കണിയിലൊക്കെ വീണു, അയാളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി അവസാനം? അമ്മക്ക് ശരിക്കും അനിയത്തിയുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. എന്നെക്കാളുപരി അനിയത്തി കാര്യങ്ങളൊന്നും ഈ വിഷമങ്ങളൊന്നും അധികം അറിയാതെയാ ജീവിച്ചേ. ഇല്ല. അതുകൊണ്ട് ഒരേ വീട്ടിൽ താമസിക്കുന്നത് ഇല്ല. പക്ഷെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടും അനീതി അറിയില്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ അറിയും. ഈ സാമ്പത്തികമായുള്ള കുറെ ലോണുകളുടെയും കാര്യങ്ങളുടെ ഇതൊക്കെ എനിക്ക് മാത്രമേ അറിയില്ലായിരുന്നു. അച്ഛന്റെ കാര്യമൊക്കെ പിന്നെയാണ് ക്യാൻസറിന്റെ ബുദ്ധിമുട്ടൊക്കെ. അനിയത്തി ക്യാൻസർ ആണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മനസ്സിലാക്കിയത്. അവള് ചെറിയ മോളും അല്ലേ. അപ്പൊ അനിയത്തിക്ക് ജേർണലിസം പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതും അമ്മ നേടിക്കൊടുത്തു. കാരണം ജേർണലിസം പഠിക്കാൻ കോളേജ് ഓഫ് കൊമേഴ്സിലാണ് ജേർണലിസത്തിന് പോയത്. അത് പഠിക്കാൻ വേണ്ടി ഫീസും കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ലോൺ എടുത്തിട്ട് തന്നെ കൊടുത്തത്. അവള് പഠിച്ചു, ജേർണലിസം പഠിച്ചു. ജേർണലിസം ജേർണലിസ്റ്റ് ആയിരുന്നു. ജേർണലിസ്റ്റായി ഏഷ്യാനെറ്റിന്റെ ലോക്കൽ ചാനലുണ്ട്, ACB ന്യൂസിലൊക്കെ വാർത്ത വായിക്കുമായിരുന്നു. പിന്നെ മോനായതിനു ശേഷം, കുഞ്ഞു മോന, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് മോനായതിനു ശേഷമാണ് അവള് പോകാണ്ടായി.
കാരണം മോനെ നോക്കി ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത്, കാരണം ചെറിയ ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മോനെ നോക്കി ഇരിക്കാന്നുള്ളൊരു ചിന്തയായിരുന്നു അനിയത്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അയാൾക്ക് ആഗ്രഹമുള്ള ജേർണലിസ്റ്റ് ഒക്കെ ആയി മാറി. ജേർണലിസ്റ്റ് ഒക്കെ മാറി. അതെ, കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞു. അത് അലിയൻ പോലീസിലാണ്, കോഴിക്കോട് വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞു. അപ്പൊ ഈ കല്യാണത്തിന് സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായില്ല? കല്യാണത്തിന്റെ കാര്യം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രൊജക്ട് ഹോപ്പ് എന്നൊരു സംഘടന തുടങ്ങിയിരുന്നു സാർ. ആ സംഘടനയിൽ അനിയത്തി ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അവള് ഭയങ്കര സ്മാർട്ടാണ്. നമ്മുടെ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു എന്റെ അളിയൻ വന്ന സമയത്ത് ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളോട് അന്വേഷിക്കുന്നത്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അളിയനോട് പറഞ്ഞായിരുന്നു. അവർക്കെല്ലാം അക്സെപ്റ്റബിൾ ആയിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടല്ലോ, ആ ജോലി വെച്ച് KSF ഒരു ലോൺ എടുത്തായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ വീട് എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റണമെന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ ചിലവ് അങ്ങനെയെങ്കിലും നടക്കും, പക്ഷെ വീട്ടിന്റെ കാര്യങ്ങൾ മാറ്റാതെ ഒരു കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. പക്ഷെ അന്ന് എനിക്കൊരു ദൈവദൂതനെ പോലെ ഒരാൾ ഇറങ്ങി വന്നായിരുന്നു. 4 ലക്ഷം രൂപ എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, നീ ഇത് പിന്നെ തന്നാ മതി, അനിയത്തിയുടെ കല്യാണം നടത്തുന്നുള്ളത്. അതിനും കാരണക്കാരൻ എന്റെ അധ്യാപകനായിരുന്നു. അങ്ങനെ അവയിലൂടെയാണ് ഇവിടെ ഒന്ന് കൊണ്ടുവരണം. ഇവിടെ കുറെ ആവശ്യമുണ്ട്, ആവശ്യങ്ങളുണ്ട്. അന്വേഷിച്ചടക്കുക. അദ്ദേഹം എനിക്ക് വേണ്ടി കുറെ പുറത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. SAP കിട്ടുന്നതിന് മുന്നേ അദ്ദേഹം കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ട് പുറത്തേക്ക്. പക്ഷെ എന്നെ കൊണ്ടുപോകാൻ എന്തുകൊണ്ടും പറ്റിയില്ല. ഒരു പ്രാവശ്യം മുംബൈയിൽ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി പറഞ്ഞു. നീ പോയി കഴിഞ്ഞാൽ പാസ്പോർട്ട് അവിടെ കൊടുത്താൽ നിന്റെ റെഫറൻസ് അവിടെ ഉണ്ട്, നോക്കിക്കോളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ മുംബൈയിലേക്ക് വണ്ടി കയറി പോയി. ആദ്യമായിട്ടാണ് മുംബൈയിലോട്ട് പോകുന്നത്. ആ സമയത്ത് ഈ SAP കയറുന്ന സമയത്ത് മുംബൈയിൽ പോയ സമയത്ത് അവിടെ കൂടുതൽ കാൻഡിഡേറ്റ്സ് വന്നുകൊണ്ട് ഇന്റർവ്യൂ ഇവിടുന്ന് സ്പ്ലിറ്റ് ആക്കി. ഞാൻ കയറിയ റൂം മാറിപ്പോയി. എന്റെ റെഫറൻസിലുള്ള വേറെ റൂമിലും ഞാൻ ഇന്റർവ്യൂവിന് കയറിയാൽ വേറെ റൂമിലായി. ജോലി കിട്ടിയില്ല. തിരിച്ച് അതേപോലെ മടങ്ങേണ്ടി വന്നു. അതേപോലെ ഒരു സൗദിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്ത സമയത്ത് സ്പോൺസർ മറ്റന്നാളത്തേക്ക് എനിക്ക് വിസ അപ്ലൈ ചെയ്യണമായിരുന്നു. നാളെ സ്പോൺസർ മരണപ്പെട്ടു ആക്സിഡന്റിൽ. അങ്ങനെ അത് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് പുറത്തേക്ക്, അമ്മമ്മക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നെ പുറത്തേക്ക് വിടുന്നത്. അമ്മമ്മ 2.5 വയസ്സിൽ എന്നെ കുഴിയിൽ അരിയിൽ എഴുതി വെച്ച് പഠിപ്പിച്ച ആളാ. അമ്മമ്മക്ക് ഭയങ്കര ഒരു ഇഷ്ടം എന്നോട്. അപ്പൊ അമ്മമ്മ എന്നെ പുറത്തേക്ക് വിടാനേ താല്പര്യമില്ലായിരുന്നു. അമ്മ എന്തെങ്കിലും ഈ ജ്യോതിഷത്തിലും കാര്യങ്ങളൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. എന്തൊക്കെ ചെയ്തിരുന്നോ എനിക്കറിയില്ല, എന്തുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഈ അച്ഛന്റെ സ്ഥലം വെക്കാനും ഞങ്ങൾ ശ്രമിച്ചിരുന്നു. അച്ഛന്റെ സ്ഥലം ഞങ്ങൾക്ക് തരുന്ന സമയത്ത് അച്ഛൻ പണ്ട് പറഞ്ഞിരുന്നു 7 സെന്റ് സ്ഥലമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടുന്ന സമയത്ത് ഞാൻ ചെന്നൈ സൺ TV ഇരിക്കുന്ന സമയത്ത് ഈ ഭാഗം വെക്കൽ നടക്കുന്നത്. ഭാഗം വെക്കലൊന്നും ഞങ്ങളോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഏത് സ്ഥലം തരാൻ പോകുന്നതൊന്നും പറഞ്ഞില്ല. ഇന്ന ദിവസം വരണം, ഒപ്പിടാൻ വരണം എന്നാ പറഞ്ഞത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പോയി നോക്കുമ്പോൾ 4.5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നു. ചിറ്റാരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, കണ്ണൂർ തന്നെ. അപ്പം സ്ഥലം തന്ന സമയത്ത് അവിടെ വീടെടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നില്ല. കുറച്ച് റെക്ടാങ്കിൾ ഷേപ്പ് ഒക്കെ ആയിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വിൽക്കാനും പറ്റിയില്ല. അനിയത്തിന്റെ കല്യാണം ആയിട്ടും ശരിക്കും അത് വിൽക്കണം ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ്റെതെന്ന് പറയാൻ ആ സ്ഥലം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേറൊരു നിവൃത്തി ഇല്ലാണ്ട് വിൽക്കാൻ വരെ വെച്ചു. അദ്ദേഹത്തോടും ചോദിച്ചു, എനിക്ക് പൈസ സഹായിച്ച ആളോടും ഞാൻ ചോദിച്ചു. പക്ഷെ ആ സ്ഥലം എടുക്കാൻ ആരും കിട്ടിയില്ല. അപ്പോഴാണ് ഈ അനിയത്തിന്റെ കല്യാണം വരുന്നതും ഇദ്ദേഹം എനിക്ക് ഈ പൈസ എനിക്ക് തരുന്നതും. അതോടെ ആ വീടിന്റെ എന്തായിരിക്കും അയാളുടെ മനസ്സിനെ പ്രേരിപ്പിച്ചത്? ഇപ്പൊ നിങ്ങളിപ്പോ സാമ്പത്തികമായിട്ട് ഇത് ചിലപ്പോൾ തിരിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും, തിരിച്ചു വാങ്ങിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അർക്കവാള് മേളിലുണ്ടല്ലോ. അപ്പൊ എന്നിട്ടും ആ വാളിനെയൊക്കെ അവഗണിച്ച് ഈ പൈസ തന്ന ഈ ദൂതനുണ്ടല്ലോ, എന്തായിരിക്കും ആ ദൂതന്റെ മനസ്സിൽ? അതിന്റെ അധ്യാപകനായിരിക്കാം കാരണം. കാരണം അധ്യാപകനായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വിട്ടു പോവില്ല എന്നുള്ളത്, പറ്റിക്കത്തില്ല എന്നുള്ളത്. കാരണം ആരും പറ്റിച്ച് എനിക്ക് ശീലമില്ല എന്തായാലും. ഇല്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നല്ല ഫിലോസഫി ആയിട്ട് മനസ്സിലിരിക്കട്ടെ. 70,000 രൂപയുടെ ചോദ്യം. 70,000 മോണിറ്റ്. മണിക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിൻ 11 മണിക്കൂറിന് ശേഷം ലക്ഷ്യത്തിൽ എത്തുമെങ്കിൽ എത്ര മണിക്കാവും അത് എത്തിച്ചേരുന്നത്? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 8, ഓപ്ഷൻ ഇ 10. കണക്കെങ്ങനെയാ? നല്ല കണക്കൂട്ടലുള്ള മനുഷ്യനാണല്ലോ. കണക്കൂട്ടലുണ്ട്, പക്ഷെ കണക്കിൽ വലിയ പുലിയൊന്നല്ല. 24, അത് ഈ 21 എന്നുള്ള കണക്ക് കിട്ടിയതുകൊണ്ടാണ്. 24ലേക്ക് 3 മണിക്കൂറായി, ബാക്കി 8 മണിക്കൂറുണ്ട്. 8 മണി. എത്ര മണിക്ക് എത്തും? 8 മണിക്ക്. ഓപ്ഷൻ ഡി 8 മണിക്ക് എത്തും. ട്രെയിൻ ബുദ്ധിമുട്ടിലാവൂ 8 മണിയാവുമ്പോ? കൂട്ടട്ടോ ഞാൻ പൊട്ടിക്കോ. ഞാൻ പൊട്ടിക്കോ. 70,000 രൂപയാണ്. കണക്കൂട്ടലിൽ പഠിച്ചാൽ താങ്കളുടെ 70,000 രൂപ പെട്ടെന്ന് 6,000-ലേക്ക് മാറും. ഓപ്ഷൻ ഡി ഞാൻ പൂട്ടി. 8-ാം മണിയിലേക്ക് താങ്കൾ പറഞ്ഞത് ഒരു കണക്കൂട്ടൽ പിഴവാണോ? താങ്കൾ പറഞ്ഞതല്ല, ഫസ്റ്റ് ക്ലാസ് ശരിയാണ്. ഉത്തരം ശരിയാണ്. കാര്യം 21 മണി 9 മണി, 9 to 12 3 മണിക്കൂർ, പിന്നെ 8 മണി 8, 3, 11. പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആയി പോയത്. എങ്ങനെ ആള് കൺഫ്യൂഷൻ അടിക്കുന്ന സ്വഭാവമാണോ? ചില സമയത്തൊക്കെ ആണല്ലേ? ഓക്കെ. താങ്കൾ പക്ഷേ ഈ വളരെ ബുദ്ധിമാനായ ഒരു എംപ്ലോയി ആയിരുന്നു. സൺ ടിവിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഭക്ഷണം കിട്ടുന്ന സമയത്തുള്ള ഷിഫ്റ്റ് എടുക്കുമായിരുന്നുള്ളൂ.
ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്ന സമയത്തുള്ള ഷിഫ്റ്റ് എടുക്കുമായിരുന്നു. അത് വേറൊരു അതുകൊണ്ട് ഗുണമുള്ളത്. ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തേ പല ഷിഫ്റ്റുകാർക്കും അതൊരു മാർഗ്ഗദീപമാകട്ടെ. അത് നൈറ്റ് ഫുഡ് ഒക്കെ നമുക്ക് അവിടുത്തെ ക്യാൻറ്റീനിൽ കിട്ടും. സൺ ടിവിയിൽ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ മെയിൻ്റനൻസ് വർക്കാണ്. അപ്പൊ ഏത് ഫ്ലോറിലും കലാനിധിമാരന്റെ റൂമിൽ വരെ കയറി പോയിട്ടുണ്ട്. ഏത് ഫ്ലോറിലും നമുക്ക് കയറി പോകാൻ പറ്റും. നൈറ്റ് നമുക്ക് അവിടെ ഫുഡ് കിട്ടും. നൈറ്റ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ആ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. മോർണിംഗിൽ വേറൊരു ഗുണമുണ്ട്. അവിടെ അമ്മ മെസ് ഉണ്ടായിരുന്നു. 1 രൂപയ്ക്ക് ഇഡ്ഡലി കിട്ടും. 10 ഇഡ്ഡലിയും കുറെ സാമ്പാർ ഒരു ടിപ്പിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മതി രാവിലത്തേക്ക്. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരുന്നു. അതും കഴിച്ചിട്ടില്ല. പൊങ്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ തന്നെ പഠിച്ചതുകൊണ്ട് പൊങ്കലൊക്കെ കഴിക്കാൻ നല്ല എളുപ്പമായിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ അതും കഴിച്ചിട്ട് രാവിലത്തെ ഷിഫ്റ്റാണ് അങ്ങനെ പോകും. അങ്ങനെയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ സഞ്ചരിച്ച വഴിയുണ്ടല്ലോ, കടവും ദുരിതങ്ങളും ക്ലേശങ്ങളും. ഈ ചെന്നൈയിലെ താമസകാലത്ത് അതേ രീതിയിലുള്ള ക്ലേശങ്ങളുടെ വഴിയിലൂടെയാണോ താങ്കളും പോയത്? ചെന്നൈയിൽ പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണല്ലോ കിട്ടുന്നത്. അപ്പം ചെന്നൈയിൽ അച്ഛന്റെ അനിയന്മാരും അവിടെയൊക്കെ ചെന്നൈ തന്നെ ഉണ്ട് ഓൾറെഡി. അപ്പൊ ആദ്യം ചിന്തിച്ചു അവരുടെ വീട്ടിൽ പോകണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ അതിനൊരു മടി ഉണ്ടായിരുന്നു ശരിക്ക് പോകാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ എനിക്ക് കാര്യങ്ങൾ അറിയാലോ. പക്ഷെ ഞാൻ പോയി തൽക്കാലം കുറച്ച് ദിവസം അവിടെ നിൽക്കാന്നുള്ള രീതിയിൽ അവരുടെ വീട്ടിലായിരുന്നു നിന്നത്. അപ്പം അവിടെ പോയി ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് വീടിനെ കുറിച്ച് ചിന്തയുണ്ട്. കാരണം 4 വർഷമായിട്ട് പഠിച്ചതും തമിഴ്നാട്ടിൽ തന്നെ, ഇനി ചെന്നൈയിൽ തന്നെ നിൽക്കണം കുറച്ച് കാലം കൂടെ. എങ്ങനെയാ ജോബ് റോൾ എന്നൊന്നും അറിയില്ല. മാറിയല്ലോ, നമ്മുടെ ലൈഫ് മാറിയല്ലോ ശരിക്ക്. പഠിത്തത്തിൽ നിന്ന് ജോബായല്ലോ. PSC പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ PSC പഠിക്കാൻ വേണ്ടിയിട്ട് നൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടുത്തെ ലൈറ്റ് ഒന്നും ഇടാനൊന്നും ബന്ധുക്കൾ സമ്മതിക്കില്ല രാത്രി. അപ്പം എനിക്ക് അവിടെ ഒരു മടുപ്പ് തോന്നി. കാരണം എന്റെ കാര്യങ്ങൾ ചെലവാകുന്നതുകൊണ്ടാണോ അതോ വൈദ്യുതി ദുർവ്യയം ഒഴിവാക്കുക എന്ന് പറയുന്ന നല്ല തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ അമ്മേ? ചിലപ്പം കാരണം എനിക്ക് രാത്രി എനിക്ക് പഠിക്കാൻ ഇഷ്ടം. അപ്പൊ ആ സമയത്ത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വെച്ചാൽ മാറി, താമസം മാറി. അല്ലെ ഇപ്പൊ അച്ഛനോട് ഇങ്ങനെയൊക്കെ അവർ കാണിച്ചു, അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. പക്ഷേ അച്ഛന്റെ മകൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ വാത്സല്യമല്ലേ ഉണ്ടാവുക സാധാരണ? ഞാൻ അച്ഛന്റെ സ്വഭാവം എനിക്കും കിട്ടിയിട്ടുണ്ടാവല്ലോ. അതെന്തുവാ പറ്റി? ഞാൻ എല്ലാവരോടും ഇതിര് പറയും, അച്ഛന്റെ വീട്ടുകാരോടൊക്കെ. ഞാൻ അങ്ങനെ നിൽക്കത്തില്ല, മനസ്സിലായി. നല്ല ഇതിൽ നിൽക്കത്തില്ല. സംസാരത്തിൽ മോനെ സൂക്ഷിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഒരു ഉടക്കൻ ലൈനാണ്. കാരണം ഞാൻ നന്നായിട്ട് അത് അറിയുന്നുണ്ടല്ലോ. ഇങ്ങനെ ആളിനെ പ്രകോപിപ്പിക്കാൻ നടക്കുന്നത്, ആൾക്കാരെ സന്തോഷമായി ഡീൽ ചെയ്യാനുള്ളതിന് പകരം അത് അങ്ങനെ മനസ്സിലാണോ താങ്കൾ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അരിയായിട്ട് അതുകൊണ്ട് അടി വെക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, ഞങ്ങൾ അങ്ങനെ അടി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ കാര്യത്തിൽ. അപ്പൊ നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അടി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടി ഉണ്ടാവാറ്. അതെ, അടി വെക്കണമെന്നേ, അടി വെച്ചില്ലേ അതല്ലേ ദാമ്പത്യത്തിന്റെ ഒരു ആത്മാവ് അടിയിലല്ലേ. ഓക്കെ, റെഡി? നമ്മൾ ഇനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 80,000 rupees മോർണിംഗ്. മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ ദേശീയ റെക്കോർഡുകാരനായ വേദാന്ത് ഏത് നടന്റെ മകനാണ്? ഓപ്ഷൻ എ സൂര്യ, ഓപ്ഷൻ ബി ആർ മാധവൻ, ഓപ്ഷൻ സി രജനികാന്ത്, ഓപ്ഷൻ ഡി കമൽഹാസൻ, ഓപ്ഷൻ ഇ അജിത്. പിടിവള്ളി ഒന്നും എടുത്തിട്ടില്ല. അവിടെ 2 പിടിവള്ളി, ഇവിടെ 1 പിടിവള്ളി. ഇവിടെ വിജ്ഞാനദാഹികളായ 3 പേര് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിജയിച്ചാൽ 80,000. കുട്ടേട്ടന്റെ പിടിവള്ളി എടുക്കാം. ആണോ? കുട്ടേട്ടനായിരിക്കും നല്ലതല്ല ആ കാര്യത്തിൽ. കുട്ടേട്ടാ, സുസ്മിത്, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി ആർ മാധവൻ, സി രജനികാന്ത്. ബി ആർ മാധവൻ കൂട്ടാമോ? കൂട്ടാം. വേദാന്ത് ആർ മാധവന്റെ മകനാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഓക്കെ, ഞാൻ പൂട്ടിയേക്കട്ടോ? ഊട്ടി ചെന്നൈയിൽ താമസിച്ച താങ്കൾക്ക് ഇത്രയും വലിയ അബദ്ധം പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. തമിഴ്നാട്ടിൽ എത്ര കാലം ഉണ്ടായിരുന്നു? തമിഴ്നാട്ടിൽ 4 വർഷം പഠിത്തം, 6 മാസം. എല്ലാം കൂടെ 4-4.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. വില നിലവാരം പറഞ്ഞേക്കാം. വിജയിച്ചാൽ 80,000 രൂപ, തെറ്റിയാൽ 7,000 രൂപ. കുറച്ച് കരി വരിക. 7,000 വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി ആർ മാധവൻ താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ താങ്കളുടെ പുറത്തേക്കുള്ള യാത്ര ഒരുക്കാൻ സാധ്യതയില്ല. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി ആർ മാധവനാണ്. മാത്രമല്ല, ആർ മാധവന്റെ ഒരു സിനിമ ഈ അടുത്ത ചർച്ച ചെയ്യപ്പെട്ടു. ISRO ചാരക്കേസിൽ നമ്പി നാരായണന്റെ വേഷമായിരുന്നു ചെയ്തത്. അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു എന്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറായി. റോക്കറ്ററി ദ നമ്പി ഇഫക്ട്, അതായിരുന്നു നമ്പി നാരായണൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കഥ ഫ്ലവേഴ്സിൽ സീരിയലൈസ് ചെയ്യാം എന്ന് വിചാരിച്ചത് അദ്ദേഹത്തോടെ ഒരു സംസാരിക്കും. കാര്യം പ്രത്യേകിച്ച് കോടതി വിധിയൊക്കെ വന്ന് അദ്ദേഹത്തിന്റെ ഈ പീഡന അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് തന്നെ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞ് നമുക്ക് ആകെ വിഷമമായി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു സീരീസ് തന്നെ ഫ്ലവേഴ്സിൽ ചെയ്യാം, നമ്പി നാരായണൻ ആര് വേണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഒരാൾ കൊണ്ടുപോയിരുന്നു. ഈ സിനിമ ഇങ്ങനെ വരികയാണ് ആർ മാധവന്റെ. അപ്പൊ ആ സിനിമ ഇറങ്ങി നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ അത് എനിക്കൊരു അക്കാദമിക് സിനിമയായിരുന്നു. കാര്യം ISROയും ചാരപ്രവർത്തനം നടന്നു എന്ന് പറയുന്ന ആരോപണങ്ങളും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ ആർ മാധവൻ വീണ്ടും നമുക്ക് മലയാളികൾക്ക് ഒന്ന് ശ്രദ്ധ വയ്ക്കാൻ കാരണമായി. ഇതിപ്പോ ഈ വേദാന്ത് കുറെ പത്രങ്ങളിലൊക്കെ ഒരു 2 അച്ഛനും മകനോട് നിൽക്കുന്ന പടമൊക്കെ വന്നിരുന്നു. അപ്പൊ 80,000 രൂപ കൈ കിട്ടി. അതാണ് ഇപ്പൊ നമ്മുടെ സന്തോഷം അല്ലേ?
പൈസ ഏറും തോറും സന്തോഷം കൂടുമോ അതോ അങ്ങനെയുള്ള നിർവികാരതയാണോ? അങ്ങനെ ഇല്ല. ഇല്ല, വികാരജീവിയൊന്നുമില്ല. പൈസ കണ്ടാ മൂടാവത്തില്ല. ഇല്ല. സുസ്മിത്, താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ സെർച്ച് ചെയ്തപ്പോൾ താങ്കൾ യേശുക്രിസ്തുവിന്റെ വേഷത്തിൽ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ശരിയാണ്? അങ്ങനെ സംഭവം ഉണ്ടായോ? അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി. ആണോ? പണ്ട് മുതൽ എന്നെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാ തേടി വന്നത്? ക്രിസ്തു വേഷം തേടി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ യേശുവിനെ പോലെ ഉണ്ടെന്ന് പറയും. പിന്നെ സുവോളജി ക്ലാസ്സിൽ നിന്നെ തൂക്കിയിട്ടാൽ പഠിക്കാന്ന് പറയും. അപ്പോൾ ഞാൻ പാലയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു ഈ എസാപ്പിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ലാൽ ജോസിന്റെ 41 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ്. ആ ഷൂട്ടിങ്ങിനിടെ ഈ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പുറത്തുനിന്ന് വന്ന് നിന്നതാ. പുറത്തുനിന്ന സമയത്ത് അന്ന് എനിക്ക് ഇങ്ങനെ അതിൽ കുറച്ച് നന്നായിട്ട് മുടിയും താടിയുണ്ട്. അപ്പൊ കണ്ടിട്ട് യേശുവിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ചോദിച്ചു എന്നോട്, നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് സിനിമയിൽ? ഒരു അസിസ്റ്റന്റ് അവർ വന്ന് ചോദിച്ചാൽ പേരെനിക്കറിയില്ല, അഭിനയിക്കാൻ താല്പര്യം. ഞാൻ പറഞ്ഞു അഭിനയോ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത്. അപ്പൊ യേശു ക്രിസ്തുവായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ചു യേശു ക്രിസ്തുവായിട്ട് അഭിനയിച്ചിട്ട് എങ്ങനെയാണ് ഇത് കുരിശുമിൽ തറച്ചിട്ടാണോ നിൽക്കേണ്ടത് അതോ നടന്നു പോകേണ്ട എങ്ങനെ വേറെ എന്തെങ്കിലും രീതിയാണെന്നില്ല. അതൊന്നും പഠിക്കണ്ട, നല്ല റോളാണെന്ന് പറഞ്ഞു. എന്നിട്ട് പൈസയും തരാം, ഫുഡും കിട്ടും, കാര്യങ്ങളൊക്കെ പറ്റി എന്നെ കൊണ്ടുവന്നേ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒരു അവസരം കിട്ടില്ല. ലാൽ ജോസിന്റെ പടത്തിൽ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അപ്പം താടി അത് തന്നെ മതി, മുടി അത്യാവശ്യം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൽ സിനിമയിൽ ഒരു അവസരം കിട്ടി. അത് ട്രെയിലറിലുണ്ട് ആ ഷോട്ട്. ആ 41 ഫിലിമിന്റെ ട്രെയിലറിലും ഷോട്ട് ഉണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പോ അതിലൊരു ഫണ്ണി ആയിട്ടുള്ളൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് ലാൽ ജോസ് പറഞ്ഞു, ബിജു മേനോൻ സ്റ്റേജിൽ കയറി ഒരു സമ്മാനം വാങ്ങും, ആ സമ്മാനം കാണുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കണം. ഇതാണ് ഷോട്ട് വരുന്നത്. നമ്മളൊക്കെ ഇരുന്നിട്ടുണ്ട്, കൈയടിക്കാൻ വേണ്ടി പറഞ്ഞു. ഷോട്ടൊക്കെ റെഡിയായി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലാൽ ജോസിനെ കൊണ്ട് 2 ഷോട്ട് ഞാൻ എടുപ്പിച്ചു. അതുകൊണ്ട് അതായത് ക്ലാപ്സ് പറഞ്ഞു, ഞാൻ മാത്രം കയ്യം കടിച്ചു, ബാക്കി ആരും കൈയടിച്ചില്ല. സംഭവം നടന്നത് ക്ലാപ്പ് ബോർഡിന്റെ ക്ലാപ്സാ പറഞ്ഞത് പുള്ളിക്കാരൻ. എനിക്കത് തെറ്റിപ്പോയി. നമ്മൾ പെട്ടെന്ന് ആ ഒരു ആവേശത്തിന്റെ പേരിൽ കൈയടിച്ചു. രണ്ടാമതൊരു ലാൽ ജോസിനെ കൊണ്ട് ഒരു ഷോട്ടും കൂടി ഞാൻ കാരണം എടുപ്പിക്കേണ്ടി വന്നു. ഷോട്ട് കൈയടിക്കാനല്ലേ പറഞ്ഞത്. ബിജുമേനോൻ പൊട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ കൈയടിക്കണം എന്ന് പറഞ്ഞു, കൈയടിച്ചു. അതൊരു അബദ്ധമായി മാറി. അതുകൊണ്ട് എനിക്കും പറയാൻ പറ്റില്ല. ലാൽ ജോസിനെ കൊണ്ട് 2 ഷോട്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. അത് അത്ര 2-3 ഷോട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഷോട്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന സംസാരിച്ചോ? ഇല്ല, സംസാരിക്കേണ്ടി വന്നിട്ടില്ല. നടക്കുക മാത്രമല്ല നമ്മുടെ സ്ഥിരം സ്റ്റൈലിൽ സംസാരിക്കാതെ അഡ്ജസ്റ്റ് ചെയ്താണല്ലോ അല്ലേ? അതില് കുറെ ട്രോളൊക്കെ വന്നിരുന്നു. പ്രതിഫലം കിട്ടിയത് 300 രൂപ. 300 രൂപയും ഫുഡും പ്രതിഫലം തന്നവര്. അത് ഞാൻ നല്ല ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണം കഴിച്ചു രാത്രി. അതിനെവിടുന്നും വിടില്ല. ഭക്ഷണം കഴിക്കാൻ എവിടെയാണെങ്കിലും തൊഴിലാക്കാൻ തീരുമാനിക്കാൻ എന്താ? എങ്ങനെ തുടക്കം ക്രിസ്തുവിൽ നിന്നല്ലേ? അതെ. അപ്പൊ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു അഭിനയം കണ്ടിട്ട്? അന്ന് ഞാൻ ഞാൻ പോയി പറഞ്ഞിട്ടാ പറഞ്ഞത് ഞാൻ യേശുവായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. പടം തിയേറ്ററിലൊക്കെ വന്നപ്പോഴോ? തിയേറ്ററിൽ വന്ന് പോയി കണ്ടു. ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ട്രെയിലറിൽ വന്നപ്പോൾ തന്നെ വലിയൊരു അത്ഭുതമായി. കാരണം ഒരു ട്രെയിലറിൽ നമ്മുടെ ഇതുവരെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. വിളിച്ചപ്പോൾ ട്രെയിലറിൽ ഷോട്ട് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു തലശ്ശേരിയിലെ പൗരസ്വീകരണം നടന്നു. തലശ്ശേരിയിലെ സിനിമ നടൻ എന്നൊക്കെ പറഞ്ഞു. അത് ഞാനല്ല, എത്രയോ പേരുണ്ട്. ഞാൻ സുഷിൻ ശ്യാമിന്റെ കൂടെ ഒന്നിച്ച് പഠിച്ചാൽ കൂടിയായിരുന്നു. സുഷിൻ ശ്യാം പ്രകാശ്. ഓ, അദ്ദേഹത്തിനോട് പഠിച്ച. ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. നെക്സ്റ്റ് ലെവൽ. Level 3. മോർണിംഗ്. ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ആദ്യത്തെ ഇന്ത്യൻ ഡയറക്ടറായി 1934 നിയമിതനായ നൊബേൽ സമ്മാന ജേതാവ് ആരാണ്? ഓപ്ഷൻ എ കൈലാഷ് സത്യാർത്ഥി, ഓപ്ഷൻ ബി സി വി രാമൻ, ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി ഹർഗോവിന്ദ് ഖുറാന, ഓപ്ഷൻ ഇ വെങ്കി രാമകൃഷ്ണൻ. സി വി രാമൻ ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്താ തീരുമാനം? കൂട്ടാട്ടോ? സർ. കൂട്ടി വില നിലവാരം പറയാൻ ഞാൻ വിധിക്കപ്പെടുന്നു. കിട്ടിയാൽ 1 ലക്ഷം രൂപ, കിട്ടിയില്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ആയല്ലോ 8000 രൂപ. പിന്മാറിയിരുന്നെങ്കിൽ 40,000 രൂപ കൈ കിട്ടിയത്. ഈ സീറ്റില് അമ്മയായിരുന്നെങ്കിൽ പിന്മാറുമായിരുന്നോ മുന്നോട്ട് പോവായിരുന്നു? മുന്നോട്ട് പോകും. 8000 രൂപ മതി എന്ന് തീരുമാനിക്കും. ചുമ്മാ അല്ല അമ്മയുടെ ATM കാർഡ് വാങ്ങിച്ചു അല്ലേ? ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി സി വി രാമൻ. എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. എന്റെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് ഇതിന്റെ ഉത്തരം മനസ്സിലാവുന്നുണ്ടോ താങ്കൾ? തെറ്റാണെന്നാണോ? ശരിയാണോ? എങ്കിൽ എന്റെ കണ്ണെങ്കിൽ എവിടെയെങ്കിലും വളരെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവം, കണ്ണകത്തേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഈ ഇടയ്ക്ക് കടലകത്തോട്ട് വലിഞ്ഞില്ല, ആ പ്രതിഭാസം എന്റെ മുഖത്ത് കിടന്നുകൊണ്ടിരിക്കുക. ഓപ്ഷൻ ബി സി വി രാമൻ. താങ്കൾ പറഞ്ഞ ഉത്തരം
ശരിയാണ്. താങ്കൾ ശ്വാസം നീട്ടി വലിക്കുന്നുണ്ടപ്പോൾ ഞാൻ വെച്ച് പുറകോട്ട് വീണാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. 1,00,000 രൂപ കയ്യിലായി. 100,000 റുപ്പീസ്. താങ്കളെ ഏതൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് വാങ്ങുന്ന ജോലി ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണോ? തലശ്ശേരി JTBS ടിക്കറ്റ് കൗണ്ടറിൽ. കോഴിക്കോട് ഫ്ലാറ്റിന്റെ വർക്ക് ചെയ്തല്ലോ. ഫ്ലാറ്റിന്റെ വർക്ക് ചെയ്ത സമയത്ത് അവിടെ റിസൈൻ ചെയ്തിട്ടാണ് കൊച്ചിൻ റിഫൈനറിലോട്ട് പോകുന്നത്. അതായത് ജീവിതം ഇല്ലാത്തൊരവസ്ഥയാണ്. രാവിലെ 8 മണിക്ക് സൈറ്റ് കയറും കോഴിക്കോട്, രാത്രി 8 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞായറാഴ്ച അടക്കം വർക്കിന് പോകേണ്ടി വരുന്നു. അപ്പം ലൈഫ് മാത്രമുണ്ട്, ലൈഫ് എന്താ പറയാ, ജോബ് ലൈഫ് ബാലൻസ് ഇല്ല. ലൈഫ് മാത്രം മീൻസ് ജോലി മാത്രം നടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ 15,000 രൂപ ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആ തുടക്കക്കാർക്ക് കിട്ടുന്നത് നല്ല ശമ്പളം തന്നെയാണ്. അപ്പം പക്ഷേ എനിക്ക് അടുത്തിട്ട് ഞാൻ 1 വർഷം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കൊച്ചിൻ റിഫൈനറിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ടുള്ള എസാപ്പിൽ കിട്ടുന്നത്. എസാപ്പിൽ ഇന്റർവ്യൂവിന് കയറുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയി, കിട്ടും തന്നെയായി. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചിൻ റിഫൈനറിലെ ജോബ് അങ്ങ് ഉപേക്ഷിച്ച്. ഇനി അത് കിട്ടിയില്ലെങ്കിലും പുറത്തെന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലി നോക്കാമെന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എസാപ്പിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 6 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ 6 മന്ത് ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു പൈസ ഒക്കെ ഉണ്ടാക്കണല്ലോ. ഈ സേവിങ്സ് നടക്കുന്ന സ്വഭാവം നമുക്കില്ല, കയ്യിലില്ലായിരുന്നു. അപ്പോ രാവിലെ 7 മണിക്ക് മീൻസ് 7 മണിയുടെ 7:20 പരശു പോകും. പരശു പോകുന്ന പുറച്ച് 4 മണി വരെ ഇരിക്കണം. സോറി, പുറച്ചക്ക് 4 മണി മുതൽ 7:20 പരശുരാമ പോകുന്നവരെ JTBS ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 150 രൂപ കിട്ടും. അതിന്റെ കൂടെ കുറച്ച് ചില്ലറ പൈസയും കിട്ടും. അതായത് JTBS ടിക്കറ്റ് കൗണ്ടറിന്റെ ബാക്കി വാങ്ങി പോകും. ചിലപ്പോൾ തിരക്കൊക്കെ വന്നിട്ട് പോകുമല്ലോ. അപ്പൊ പൈസ ബാക്കി വാങ്ങിക്കാതെ ഓടി കയറും. അപ്പൊ നമ്മൾ അയാൾ ഓടാൻ വേണ്ടി കാത്തിരിക്കൂ? ഇല്ല, അങ്ങനെ ചില്ലറ ഒന്ന് തപ്പുന്ന പോലെയൊക്കെ ആക്കും. കാരണം നമുക്ക് ചില്ലറ അറ്റ്ലീസ്റ്റ് ഇപ്പൊ പിന്നെ 2 രൂപയ്ക്ക് ഉണ്ടാകും. 3 രൂപ ചില്ലറ കൊടുക്കണമെങ്കിൽ 2 രൂപയെ കൊടുക്കുള്ളൂ. അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പർപ്പസ് ആണ്. പിന്നെ സ്ഥിരം അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു 4-5 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ വരുമാനങ്ങളായിട്ട്. അതൊക്കെ ഒരു ബാങ്ക്. അന്നാണ് ഞാൻ കർണാടക ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്. ATM വാങ്ങിയില്ല അക്കൗണ്ടിന്, കാരണം ആ പൈസ അവിടെ നിന്നോട്ട് എന്നുള്ളതുകൊണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ പൈസ ഇല്ലേ, അതിങ്ങനെ കൂട്ടി വെച്ച് ആ ബാങ്കിൽ അറിയിടും. കർണാടക ബാങ്കിൽ. അങ്ങനെ ബാങ്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട് നിറയെ ധനമന്ത്രിമാരാവും കേട്ടോ. അമ്മയ്ക്കൊരു പോസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു, മകനും കൊടുക്കേണ്ടി വരും. അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് ഇനി കിടക്കുന്നു. 2 lakh. മോണി, ഇന്ത്യയിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ചും സംഘവും കപ്പലിറങ്ങിയത് എവിടെയാണ്? ഓപ്ഷൻ എ കാപ്പാട്, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി ഡൽഹി, ഓപ്ഷൻ ഇ ചെന്നൈ. 2,200,000 റുപ്പീസ്. വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ 10,000 രൂപ, പിന്മാറിയാൽ 50,000 രൂപ. ഇനി 2 പിടിവള്ളി ബാക്കിയുണ്ട്. 1 പിടിവള്ളി അവിടെ, 1 പിടിവള്ളി വിജ്ഞാനദാഹികൾക്ക് ഇവിടെ. ഓക്കെ, പിടിവള്ളി തെറ്റിപ്പോയാൽ വള്ളിയിൽ കുരുങ്ങാൻ ഇത്ര പൈസ അവിടെ കൊടുക്കണോ ഇവിടെ കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. ഇത് എനിക്ക് കാര്യം അറിയത്തില്ല. അവിടെ കൊടുത്താലും താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. അങ്ങനെയുണ്ട്. അവിടെ കൊടുക്കാം, വേണ്ട ഇവിടെ കൊടുക്കാം. ആദ്യം കേട്ടാ? യെസ് ബോസ്. സുസ്മിത്, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ കാപ്പാട്, സി ഗോവ, ഇ ചെന്നൈ. അപ്പൊ കാപ്പാട്, ഗോവ, ചെന്നൈ 3 ഉത്തരവുണ്ട്. ഇതിലൊരു ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട് എവിടെയോ. 3 സ്ഥലത്തും കടലുണ്ട്. മെറിന ബീച്ചിലൊക്കെ പോകാറുണ്ടോ? ചെന്നൈയില് ഇവിടൊക്കെ പോയി കുറിച്ചോണ്ട് ഇരുന്നിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. കാപ്പാട് കേരളത്തിലാണ്. ഇങ്ങനെ ഒരാൾ വന്നതായിട്ട് ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. ഇല്ല. ഗോവ ആവാനുള്ള ചെന്നൈ അവിടെ ജീവിച്ചോണ്ട് നമുക്ക് ചെന്നൈ തന്നെ പറഞ്ഞാലോ, രണ്ടും കൽപ്പിച്ച്. എന്റെ മുഖത്ത് നോക്കിയാ ഒന്നും കിട്ടത്തില്ല. എന്റെ മുഖത്ത് നോക്കി വിശ്വസിച്ചിട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വേണേ ഒരു പിടിവള്ളിയൂടെ വേണേ എടുത്തോളൂ. അപ്പൊ അവരും കൂടി ഇത് പറയുവാണെങ്കിൽ നോക്കാം. താങ്കളുടെ മനസ്സ് നയിക്കുന്ന വഴിയിലേക്ക് താങ്കൾ സഞ്ചരിക്കുക. ആ പിടിവള്ളിയും കൂടി തീർക്കല്ലേ? അല്ലേ? പിടിവള്ളി പോവാം. അപ്പൊ ഒന്ന് ചോദ്യം വായിച്ചു കൊടുക്കൂ. താങ്കൾ ഒരു ക്വിസ് മാസ്റ്റർ ആയിട്ട് നിൽക്കും. ഇന്ത്യയിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ചും സംഘവും കപ്പലിറങ്ങിയത് എവിടെയാണ്? ചെന്നൈ ആണെന്ന് തോന്നുന്നു. ഇതുവരെ കേട്ടില്ല. ഇല്ല, ചെന്നൈ ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. 2 പിടിവള്ളി ഞാൻ ചെന്നൈ പറഞ്ഞത് കൊണ്ടാണോ ചെന്നൈ പറഞ്ഞത്? തെറ്റിയാൽ 10,000 രൂപ കിട്ടും, പിന്മാറിയാൽ 50,000 രൂപ കിട്ടും. ഇത് പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ 2 ലക്ഷം രൂപയും കിട്ടും. പിന്നെ വേണമെങ്കിൽ 2 ഉത്തരം സംശയമുണ്ടെങ്കിൽ നമുക്ക് മണീഷയെ വെച്ച് കളിക്കാം. നിർണായകമായ ഒരു ഡിസിഷനാണ് വേണ്ടത്. വെരി ക്രൂഷ്യൽ ഡിസിഷൻ. ഗോവ പൂട്ടാമെന്നാണ്? ഗോവ പൂട്ടാം സാർ. 10,000 രൂപ ടെൻഷൻ ഉണ്ടാവും. ഞാൻ വൈൽഡ് ഗസ് ചെയ്യാണ്. ടെൻഷൻ ഉണ്ടാവത്തില്ലല്ലോ?
10,000 രൂപ പോയാല് availability അതെങ്കിലും അത് പോവാം. എനിക്കത് സഹായിക്കണമെന്നുണ്ടായിരുന്നു. ഇത് കിട്ടിയിട്ടോ? കിട്ടിയിട്ട് അതാരെയാ അത്? അത് ആക്ച്വലി എന്റെ ആധാരം തിരിച്ചെടുത്തില്ല. ഇപ്പം ആധാരം ബാങ്കിൽ തന്നെ ഉള്ളത്. കാരണം ഞങ്ങളുടെ എന്റെ ഒരു മേമയുണ്ട്. അമ്മ ഒറ്റ മോളായിരുന്നല്ലോ. അമ്മമ്മയുടെ അനിയത്തി അവരുടെ മക്കളുണ്ട് മേമ. മേമയുടെ ഹസ്ബൻഡ് ഈ ക്യാൻസർ പോലെ ഇത് വന്നിട്ട് വൻകൂടലിന്റെ ഭാഗത്തൊക്കെ ക്യാൻസർ വന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ വീടൊക്കെ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു വല്ലാത്തൊരു സാമ്പത്തിക അവസ്ഥയിലുള്ളത്. അപ്പൊ നമ്മുടെ ആധാരത്തിന്റെ ആ പൈസയെങ്കിലും അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ പൈസ ഞാൻ വേറെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിലേക്ക് അദ്ദേഹത്തിനാണ് പൈസ. അതെ, അങ്ങനെയാ. ഓക്കെ, അപ്പൊ ഗോവ പൂട്ടട്ടെ? ഗോവ പൂട്ടാ സർ. ഓക്കെ, ഓപ്ഷൻ സി ഗോവ. അപ്പൊ 10,000 രൂപയാണോ 2 ലക്ഷം രൂപയാണോ? അദ്ദേഹത്തിന് 10,000 രൂപ കൊണ്ട് കാര്യമുണ്ടോ? ഒരു മാസത്തെ ലോൺ എടുക്കാലോ. അങ്ങനെ പറ്റുമല്ലേ? ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ചികിത്സാ പണം ആവശ്യമുണ്ട്. ഓൾറെഡി കുറെ കടങ്ങളൊക്കെ വാങ്ങിട്ട് അവര് അന്ന് എന്താ പറയാ നമ്മുടെ നാട്ടിൽ ഇത്രയും ക്യാൻസർ വരുന്നത് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ചോദിക്കുന്ന പല ആൾക്കാർക്കും ക്യാൻസർ ആണെന്ന്. അതെ, ഭക്ഷണ രീതിയൊക്കെ. പക്ഷെ ഞാനും അങ്ങനെ തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഫുഡിയാണോ താങ്കൾ? ഫുഡിയാണ്. കണ്ണൂർ കടിയല്ലേ? അതെ. ഈ തലശ്ശേരി നല്ല ഭക്ഷണം കഴിക്കുമല്ലേ ആൾക്കാർ? നല്ല, എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ഗോവ. നമുക്ക് ആ രോഗാതുരമായ അദ്ദേഹത്തോട് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല. ഇതെനിക്കൊന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള വിലയാണ്. അപ്പൊ അത് എളുപ്പം സുഖം പ്രാപിക്കട്ടെ നമ്മൾ ആശംസിക്കും. അദ്ദേഹത്തിന്റെ ധൈര്യമാണ് സാർ. കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞാണ് ഡോക്ടർ 2 നിലയാണെന്നുള്ളത്. പക്ഷെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിന്നതുകൊണ്ട് ആ മനധൈര്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ ഈ രോഗം വന്നു കഴിഞ്ഞാല് സ്വന്തം ശരീരത്തിൽ കയറും പല ആൾക്കാരുടെയും ധൈര്യം പോകും. മറ്റുള്ളവരുടെ കാര്യമൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം, ധൈര്യമായിട്ട് പോകും. മോട്ടിവേഷൻ അതിന് മലയാളികളെ കഴിഞ്ഞ ആളുകൾ. ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപ കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കൂ താങ്കൾ, നല്ല കാര്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് 3 ലക്ഷം രൂപയാണ്. ഈ പൈസ കിട്ടിയാൽ അദ്ദേഹത്തെ അല്ലേ സഹായിക്കുക? ഓക്കെ, 3 lakhs. താങ്കളുടെ മനസ്സിന്റെ ആ ഒരു വലിപ്പം എനിക്ക് മനസ്സിലാകുന്നു. കോളേജ് പഠിക്കുമ്പോഴെല്ലാം A4 സൈസുമായിട്ട് ചെറുപ്പമായിട്ട് നടന്ന കുട്ടികളെ മൊത്തം പറ്റിച്ചോളൂ. ഓക്കെ, 3 ലക്ഷം രൂപയുടെ ചോദ്യം മോർണിംഗ്. മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം അനധികൃത വ്യാപാരം നടക്കുന്നത് ഏത് സസ്തനിയുടെയാണ്? ഓപ്ഷൻ എ ഇനാമ്പെച്ചി, ഓപ്ഷൻ ബി മരപ്പട്ടി, ഓപ്ഷൻ സി നക്ഷത്രാഹമ, ഓപ്ഷൻ ഡി ഇരുതല മൂരി, ഓപ്ഷൻ ഇ കടുവ. എന്റെ പിടിവലിയൊക്കെ തീർന്നല്ലോ അല്ലേ? പിടിവലി എല്ലാം കഴിഞ്ഞു, ഇനി ഒറ്റയ്ക്ക് പോരാടും. ഇതിന് വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ വില നിലവാരം പറയാം, തെറ്റിയാൽ 20,000 രൂപ കൈ തന്നെ കിട്ടും, പിന്മാറിയാൽ 1 ലക്ഷം. ഗസ്റ്റ് ചെയ്താൽ ചിലപ്പോ വിജയിക്കാം, ചിലപ്പോ ആപ്പിലാകാം. ആപ്പിന്റെ കാലമാണ്. എന്തെല്ലാം ടൈപ്പ് ആപ്പ? ഏത് സസ്തനി? അനധികൃത വ്യാപാരം അല്ലേ? ഈനാമ്പേച്ചിക്ക് മരപ്പട്ടിക്കോട്ട്. ഈനാമ്പേച്ചി ലോക്ക് ചെയ്താൽ ഇതൊരു ഗസ്സേനാണ് സാർ. മണി ഷെയറിംഗ് ഇല്ല ഇതില്? മണി ഷെയറിംഗ് ഉണ്ട്. പക്ഷെ അതില് അതുകൊണ്ട് 2 ഉത്തരത്തിലേക്ക് കൊടുത്താൽ നമുക്ക് ഈ 3 ലക്ഷം രൂപ ഡിവൈഡ് ചെയ്ത് വെക്കാം. എങ്ങനെയാണ് വെക്കാം? 2,90,000 ഒരെണ്ണത്തില്, 10,000 ഒരെണ്ണത്തില്, അല്ല 1.5, 1, 2, അങ്ങനെ എന്ത് ഇക്വേഷനിൽ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ 2 ഉത്തരത്തിൽ ഒരു ഉത്തരം ശരിയാകുന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്കുന്ന പൈസ എടുത്തുകൊണ്ട് തലശ്ശേരിക്ക് വണ്ടി കയറാൻ പറ്റും. ഓപ്ഷൻ ഈനാം വെച്ച് കൂട്ടിയാൽ ശരിയല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ 20,000 രൂപ, ശരിയായാൽ 3 ലക്ഷം, പിന്മാറിയാൽ 1 ലക്ഷം. പിന്മാറാൻ തോന്നുന്നു സാർ. അവരുടെ അഭിപ്രായം ചോദിക്കാൻ പറ്റും? അവരുടെ അഭിപ്രായം ചോദിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു അഭിപ്രായം ഉണ്ടാവും, പക്ഷെ ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് മാറിക്കഴിഞ്ഞു വേണം ചോദിക്കാം. എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? പിന്മാറാം. തീരുമാനിച്ചോ? ഞാൻ വെച്ചാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. പിന്മാറിയാലും ഞാൻ അതാണ്. 6 ലക്ഷം രൂപയ്ക്കാ ഇതുള്ളത്. ഏത് ആധാരം അവിടെ ഉള്ളത്? ആധാരം ഉള്ളത് അല്ലേ? അപ്പൊ അതുവരെ കളിച്ചു പോകാൻ ഉള്ള പ്രയാസമാണ് പ്രശ്നം അല്ലേ? ഓക്കെ, തീരുമാനം എടുത്തോളൂ. പിന്മാറാം സാർ. 1 ലക്ഷമെങ്കിലും കിട്ടുള്ളൂ. എനിക്ക് ആ വൈൽഡ് ഗസ് നടത്തി 20,000 പോകുന്നതിനേക്കാൾ 1 ലക്ഷം വരെ എത്തിയല്ലോ. ഓക്കെ, താങ്കൾ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറും.
ഇനി 1,00,000 രൂപ 100,000 rupees താങ്കൾ കിട്ടുന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. അപ്പൊ ഈ പിന്മാറിയ തീരുമാനം ശരിയായിരുന്നു അമ്മ? ശരിയാണ്. ആ, അപ്പൊ കസിൻ എന്ത് പറയുന്നു? കസിനെ എനിക്ക് ശരിയായിട്ട് തോന്നി. കയ്യിലുള്ളത് കളയുന്നതിനേക്കാളും നല്ലത് എപ്പോഴോ പിന്മാറുക അല്ലേ? അപ്പോ സുസ്മിത് പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ. ഈനാമ്പേച്ചി തന്നെ പറയാം. ഈനാമ്പീച്ചിക്ക് മരപ്പെട്ടി കൂട്ടം താങ്കൾ തന്നെയല്ലേ പറഞ്ഞത്? അതെ. ഈനാമ്പീച്ചി ഉത്തരം ശരിയാണ്. അപ്പൊ താങ്കൾ എന്റെ മുഖത്തോട് ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ നടത്തി. എന്റെ മുഖത്ത് വല്ല ഇതൊക്കെ ഉണ്ടാവുന്നു. ഞാനവനെ കടിപ്പിച്ച് പിടിപ്പിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലായിരുന്നു അല്ലേ? ഇല്ല. ഓക്കെ, പക്ഷെ ബുദ്ധിപരമായ തീരുമാനമോ? ചിലപ്പോൾ തെറ്റിപ്പോയെന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ ആ ഗസിങ് കൊണ്ട് ചിലപ്പോൾ അബദ്ധം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈനാമ്പിച്ചിയാണ്. അപ്പൊ ഇനിയിപ്പോ അതല്ല, അദ്ദേഹം എളുപ്പം സുഖം പ്രാപിക്കട്ടെ. താങ്കളുടെ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കളിപ്പം വളരെ ചിരിച്ച് ഈ കഥകളൊക്കെ താങ്കൾക്ക് പറയാൻ കഴിയുന്നു. അത് നല്ല കാര്യമാണ്. 1,00,000 രൂപ ഇപ്പൊ പോക്കറ്റിലുണ്ട്. അപ്പൊ താങ്കൾ നന്നായിട്ട് മത്സരിച്ചു. താങ്കളുടെ അനുഭവങ്ങളും ഒക്കെ തന്നെ മറ്റുള്ളവർക്ക് മോഡലാണ്. ഇപ്പോഴ് അമ്മ നല്ലൊരു സക്സസ്ഫുൾ മോഡലായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മ ഒരു ബിസിനസ് ഉണ്ട്. സ്റ്റാർട്ട് അമ്മ എന്താ ബിസിനസ് തുടങ്ങിയത്? റിട്ടയർ ചെയ്താൽ എന്തെങ്കിലും ഒരു ജോലി എന്ന് വെച്ചാൽ നമ്മള് ഈ കാലം അത്രയായിട്ടും ഒന്നും കയ്യിലൊന്നും വെക്കാനായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. മോഹൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തായാലും റിട്ടയർ ചെയ്താലും ഒരു ജോലി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് മോന്റെ തന്നെ ഒരു ഫ്രണ്ട്, നമുക്ക് ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരാഴ്ച ആന്റി എന്റെ ഡോഗിനെ ഒന്ന് നോക്കുമെന്ന് ചോദിച്ചു. പിന്നെ ഇവന്റെ മുമ്പത്തെ ആ വെറ്റിനറി മോഹലുണ്ടല്ലോ, അതെല്ലാം കൊണ്ട് ഏതായാലും അങ്ങനെയൊന്ന് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡോഗിന്റെ ബോർഡിംഗ് സ്കൂളാണോ? നായ്ക്കളുടെ ലോകത്താ. അത് വലിയൊരു ബിസിനസ് ആമേ, വലിയൊരു ബിസിനസ്. ഇപ്പൊ എത്ര പട്ടിയുണ്ട് കൂടെ? ഇപ്പൊ ഇങ്ങനെ ബോർഡിങ് നമ്മള് പിന്നെ വരുന്നത് എടുക്കും. അതായത് നമുക്ക് കൂട് കുറവാണ്, സ്ഥലപരിമിതി കുറവാണ്. അപ്പൊ സ്ഥലം പരിമിതി കുറവായതുകൊണ്ട് നമുക്ക് കൂട് 5 എണ്ണം ഉണ്ട്. പിന്നെ ചെറിയ ഡോഗ്സിന് ഇടാനുള്ള കൂടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുക്കുള്ളൂ. അങ്ങനെ നമ്മുടെ അടുത്ത്. അപ്പൊ എത്ര അഡ്മിഷൻ ഉണ്ട്? 10 അഡ്മിഷൻ ഉണ്ടോ? 10 അഡ്മിഷൻ. 10 അഡ്മിഷൻ ഉണ്ട്. കൃഷി നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഇത് അത്യാവശ്യം പക്ഷെ എല്ലാം നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ പുതിയ ടൈപ്പ് നായ്ക്കളാണോ അതോ നമ്മുടെ എല്ലാ ഡോഗ്സും എല്ലാ ടൈപ്പും എല്ലാം ഉണ്ട്. ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തോ? സ്പെഷ്യലൈസ് അതെ, എന്താന്നറിയില്ല. എന്താ പറയാ, ജന്മവാസനയുണ്ട്. മുജ്ജന്മ ബന്ധാണോ അറിയില്ല. ഏതൊരു ഡോഗും അമ്മേന്റെ അടുത്ത് അടങ്ങുന്നുണ്ട്. അല്ല, ഏത് ഡോഗ്സ് വന്നു കഴിഞ്ഞാലും മാനേജ് ചെയ്യാൻ. ഓക്കെ, അപകടം ഉള്ള പട്ടികളൊക്കെ ഉണ്ടല്ലോ, വിദേശ ബ്രീഡ്. തലശ്ശേരി നല്ല റിവ്യൂ ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ് സാർ. ഞങ്ങളുടെ ഗൂഗിൾ റിവ്യൂസ് 600-ലധികം 5-സ്റ്റാർ റിവ്യൂസ് ഉള്ള ഒരു സ്ഥാപനമാണ് തലശ്ശേരിയിൽ. ആണല്ലേ? അഗാപ്പെ ഹാപ്പി ഹോം ഫോർ കനൈൻസ്. എന്താ പേര്? അഗാപ്പെ. അഗാധമായ AGAPE, അഗാധമായ സ്നേഹം എന്നർത്ഥം. ഈ ഡോഗ്സിന് നമ്മളോടുള്ള സ്നേഹമുണ്ട്, അതൊരിക്കലും മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഓക്കെ, അപ്പൊ നന്നായി. അമ്മ അപ്പൊ ബിസിനസ് വിജയിച്ചു അല്ലേ? സക്സസ്ഫുൾ എന്റർപ്രണർ ആണ്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ അമ്മ ഓൾ ദി ബെസ്റ്റ്. അമ്മയുടെ വീട് നിറച്ച് നായ്ക്കളാകട്ടെ, അത് മാത്രമേ എനിക്ക് ആശംസിക്കാൻ പറ്റൂ. ഓക്കെ, വളരെ സന്തോഷം. ഇനി താഴേക്ക് കുട്ടേട്ടാ. ലെവൽ 1. ഹായ് സുസ്മിത്, ഞാൻ 1,00,000 രൂപ ചെക്കപ്പ് ഇട്ടു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റമായിരിക്കും, താങ്കൾക്ക് ഇറക്കം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇത് ആ സർട്ടിഫിക്കറ്റിന്റെ കൂടെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ കൂടെ വയ്ക്കാം. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. തലശ്ശേരിക്ക്. സുസ്മിത് എസ് മോഹന്റെ ജീവിതം. ആ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പ്രേക്ഷകർക്ക് പഠിക്കാനുണ്ട്. കടങ്ങൾ ഒരുപാട് ഉണ്ടാക്കും, എന്നാൽ കടം വീട്ടാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ ഇന്നല്ലെങ്കിൽ നാളെ തുറക്കപ്പെടും. ഗുഡ് ബൈ.